എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടല്ലേ PPT? Yes, sir. ഓക്കെ. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ അതായത് നമ്മുടെ കോഴ്സിന്റെ പേര് ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സ് ഓൺ ഇൻട്രൊഡക്ഷൻ ടു ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്നുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോക്കിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് കാര്യമായ റിസർച്ച് നടക്കുന്ന ഒരു ഏരിയ ആണ് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ. ആ ഒരു ഏരിയ നിങ്ങൾക്കൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്സ് ബേസ് ചെയ്തിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങും കാര്യങ്ങളൊക്കെ വേണ്ടതായിട്ടുണ്ട്. ഇതിൽ കുറെ ആളുകൾ ഡിഗ്രി സ്റ്റുഡൻസ് ഉണ്ട്, കുറെ PG സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം ഡിഗ്രി സ്റ്റുഡൻസിനൊക്കെ പലപ്പോഴും നമുക്ക് ഇതിന്റെ കുറച്ച് ക്വാണ്ടം മെക്കാനിക്സ് ബാക്ക്ഗ്രൗണ്ട് വേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഡിഗ്രി ലെവലിലുള്ള ഒരു ക്വാണ്ടം മെക്കാനിക്സ് അല്ല നമുക്ക് ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. വളരെ ഒരുപാട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ആ ഒരു കോൺസെപ്റ്റ്സ് നല്ല രീതിയിൽ ക്ലിയർ ആവേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതിലെ ഫസ്റ്റ് ക്ലാസ്സുകളിൽ 1-2-3 ക്ലാസ്സുകൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഒരു MSc ലെവലിലുള്ള ക്വാണ്ടം മെക്കാനിക്സിന്റെ കുറച്ച് ഇൻട്രൊഡക്ഷൻ ആണ്. ഇപ്പോൾ ഇതിന് മുമ്പേ നമ്മൾ ആർട്സ് കോളേജിൽ തന്നെ ഒരു ബ്രിഡ്ജ് കോഴ്സ് സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ആദ്യത്തെ 1-2 ക്ലാസ്സിൽ പറയുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ അറ്റൻഡ് ചെയ്തുള്ളവർക്ക് ഇത് ഒരു റിവിഷൻ ആയിട്ട് കൂട്ടാം. അപ്പം ബാക്കിയുള്ള ആളുകൾക്ക് ഇതൊരു പുതിയൊരു സബ്ജക്റ്റ് കേൾക്കുന്നത് പോലെ എടുക്കാവുന്നതാണ്. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതിലേക്ക് പോവാണ്. ഫസ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരുന്നു ഈ സബ്ജക്റ്റിനെ കുറിച്ച്. എന്നിട്ട് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിന്റെ കുറച്ച് ബേസിലേക്കായിരിക്കും പോകുന്നുണ്ടാവുക. അപ്പോൾ ആദ്യം നോക്കിക്കോളൂ, നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മളെ ട്രഡീഷണൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഡെയിലി ലൈഫിൽ ഡീൽ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടേഴ്സ്. അതായത് നമ്മുടെ PC ഉണ്ട്, പിന്നെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, ലാപ്ടോപ്സ്, ടാബ്ലറ്റ്, മൈക്രോഫോൺസ്, സ്മാർട്ട് ഫോൺസ്. ഇതിനൊക്കെയാണ് എന്ത് ചെയ്യാറ്, ഇതിനൊക്കെ കോമൺ ആയിട്ട് നമ്മൾ വിളിക്കുന്നതാണ് എന്ത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇനി മുതൽ നമ്മൾ സാധാരണ കമ്പ്യൂട്ടറിനെ നമ്മൾ കമ്പ്യൂട്ടർ എന്നുള്ള രീതിയിലായിരിക്കില്ല വിളിക്കുന്നത്, ക്ലാസിക്കൽ കമ്പ്യൂട്ടർ എന്നുള്ളതായിരിക്കും. അതായത് ക്ലാസിക്കൽ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ PCയും സ്മാർട്ട് ഫോണും പിന്നെ ലാപ്ടോപ്പും സൂപ്പർ കമ്പ്യൂട്ടറും ഇതെല്ലാം ഇതിനെയും കൂടി കോമൺ ആയിട്ട് വിളിക്കുന്നതാണ് എന്ത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. അതിനെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഈ കമ്പ്യൂട്ടേഴ്സ് ഒക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ദീസ് കമ്പ്യൂട്ടേഴ്സ് വർക്ക് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ക്ലാസിക്കൽ ഫിസിക്സ്. ഈ കമ്പ്യൂട്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത് ക്ലാസിക്കൽ ഫിസിക്സിനെ ബേസ് ചെയ്തിട്ടാണ് ഈ കമ്പ്യൂട്ടേഴ്സ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇപ്പം ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, ഒരു 1900 തൊട്ട് മുമ്പുള്ള ഫിസിക്സിനെയാണ് എന്തെന്ന് പറയുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ തെർമോഡൈനാമിക്സ്, ഇലക്ട്രോമാഗ്നറ്റിസം, നമ്മുടെ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ഇതൊക്കെയാണ് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നത്. അപ്പം ക്ലാസിക്കൽ അല്ലാത്ത ഫിസിക്സ് ഏതാന്ന് ചോദിച്ചാൽ റിലേറ്റിവിറ്റി, ക്വാണ്ടം മെക്കാനിക്സ്, ഇതൊക്കെയാണ്. അതായത് 1900 ശേഷം വന്നിട്ടുള്ള ഫിസിക്സിനെയാണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടം ഫിസിക്സ് എന്നോ റിലേറ്റിവിസ്റ്റി ഫിസിക്സ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഈ ക്വാണ്ടം റിജീമിലേക്കും റിലേറ്റിവിസ്റ്റിക് റിജീമിലേക്കും പോവാത്ത ഫിസിക്സ് ആണ് എന്ത് ക്ലാസിക്കൽ ഫിസിക്സ്. അതിനെ ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന കമ്പ്യൂട്ടർ ആണ് എന്തെന്ന് പറയുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിലൊക്കെ ഡീൽ ചെയ്യുന്നത് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ആണ്. ഇനി മുതൽ നമ്മൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ ഡീൽ ചെയ്യുന്ന നമ്മുടെ ഫോൺ വരെയുള്ള കാര്യങ്ങളാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇതിന്റെയൊക്കെ ഫണ്ടമെന്റൽ യൂണിറ്റ്, ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ബിറ്റ് ആണ്. അതായത് ബിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 0, 1 എന്നുള്ളതാണ്. അതായത് 2 സ്റ്റേറ്റ് ഉണ്ട്. ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്യുന്നത് അതിന്റെ പ്രോഗ്രാമിങ്ങും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യുന്നത്. അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഈ ബിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിലേക്ക് പോകാം. അപ്പൊ അതായത് ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്ന് വെച്ചാൽ കമ്പ്യൂട്ടേഷൻ ബേസ്ഡ് ഓൺ ക്വാണ്ടം പ്രിൻസിപ്പിൾസ് സച്ച് ആസ് ക്വാണ്ടം സൂപ്പർപോസിഷൻ ആൻഡ് എൻറ്റാങ്കിൾമെന്റ്. അതായത് ക്വാണ്ടം പ്രിൻസിപ്പിൾസിനെ അടിസ്ഥാനമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടേഴ്സ് ആണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. അത്തരം കമ്പ്യൂട്ടേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഐഡിയാസ് എന്ന് പറയുന്നത് ക്വാണ്ടം പ്രിൻസിപ്പിൾസ് ആണ്. അതായത് ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനാസ് ഉണ്ട്, സൂപ്പർ പൊസിഷൻ, എൻറ്റാങ്കിൾമെന്റ് എന്നൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതായത് ഈ ക്വാണ്ടം മെക്കാനിക്കൽ ഫിനോമിനാസ് ആയിട്ടുള്ള സൂപ്പർ പൊസിഷൻ എന്താണ്, എൻറ്റാങ്കിൾമെന്റ് എന്താണ് എന്നുള്ളതൊക്കെ ആയിരിക്കും നമ്മൾ ആദ്യത്തെ 2-3 ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം നോൺ ക്ലാസിക്കൽ ഫിനോമിനാസ് എന്ന് പറയും. അതായത് ക്ലാസിക്കൽ മെക്കാനിക്സിൽ ഇല്ലാത്ത ഫിനോമിനാസ് ആണ് എന്ത് ഈ സൂപ്പർ പൊസിഷൻ അല്ലെങ്കിൽ ഈ എൻറ്റാങ്കിൾമെന്റ് എന്നുള്ളതെല്ലാം. അതുകൊണ്ട് അതെല്ലാം മനസ്സിലാക്കണമെങ്കിൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ക്വാണ്ടം ഫിസിക്സ് എന്താണ് അതിനൊരു മാത്തമെറ്റിക്കൽ ഫ്രെയിംവർക്കിലൂടെ മനസ്സിലാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിന്റെയൊക്കെ നമ്മളിപ്പം പറഞ്ഞു ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ്, അതായത് ഇനി മുതൽ നമ്മൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് ആയിരിക്കും പറയുന്നുണ്ടാവുക. അതായത് നമ്മൾ സാധാരണ ഡെയിലി ലൈഫിലുള്ള കമ്പ്യൂട്ടേഴ്സ് എല്ലാമാണ് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സ് വർക്ക് ചെയ്യുന്നത് ബിറ്റ് എന്ന് പറയുന്ന ബേസിക് ഫണ്ടമെന്റൽ യൂണിറ്റിന്റെ ബേസിലാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ് അവിടുത്തെ ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിറ്റ് ആണ്. അതായത് ക്യൂബിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ 0, 1 എന്ന് പറയുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അതെന്ന് പറയുന്ന ക്ലാസിക്കലി 2 വോൾട്ടേജ് ലെവലൊക്കെ ആയിരിക്കും. അതുപോലെ തന്നെ 0ക്കും 1നും കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം മെക്കാനിക്കലി 2 കാര്യങ്ങളുണ്ട്, 2 സ്റ്റേറ്റുകളുണ്ട്. അതിനെയാണ് കെറ്റ് 0, കെറ്റ് 1 എന്നുള്ളത്. അതായത് ഇതിനെ നിങ്ങൾ വായിക്കുന്നത്, അതായത് ഇവിടെ ഒരു 0 എന്ന് പറയുന്ന ഒരു ബ്രാക്കറ്റിനകത്ത് ഒരു വെർട്ടിക്കൽ ബാറും പിന്നെ ഒരു 0യും ഒരു ആംഗിൾ ബ്രാക്കറ്റും ഇട്ടിട്ടുണ്ട്. ഇതിനെ വായിക്കേണ്ടത് കെറ്റ് 0 എന്നുള്ളതാണ്. MSc-കാർക്ക് ഫെമിലിയർ ആയിട്ടുണ്ടാവും, പക്ഷെ ഡിഗ്രിക്കാർക്ക് ഇതിനെ അത്ര ഫെമിലിയർ ആയിട്ടുണ്ടാവില്ല. ഇതായിരിക്കും നമ്മൾ ത്രൂ ഔട്ട് ആയിട്ട് ഈ കോഴ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഈ കാര്യങ്ങളായിരിക്കും കെറ്റ് 0 എന്നുള്ളതാണ്. അതായത് കെറ്റിനകത്ത് ഈ ഒരു ബ്രാക്കറ്റിനകത്ത് ഇങ്ങനെ ഒരു കാര്യം ഇട്ടാൽ ആ വേരിയബിളിന്റെ പേരിൽ കെറ്റ് കൂട്ടി വായിച്ചാൽ മതി. ഇത് കെറ്റ് 0, ഇത് കെറ്റ് 1. അതായത് നമുക്ക് 0ക്കും 1നും കറസ്പോണ്ടിങ് ആയിട്ട് ക്വാണ്ടം ഫിസിക്സിൽ അല്ലെങ്കിൽ ഇതിൽ നമ്മൾ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ പറയുമ്പോൾ അതിന് കെറ്റ് 0 വരും, കെറ്റ് 1 വരും. ഇത് 2 സ്റ്റേറ്റുകളാണ്. അപ്പോൾ ഇതിന്റെ രണ്ടിന്റെയും കൂടി ലീനിയർ സൂപ്പർപൊസിഷനെയാണ് എന്തെന്ന് പറയുന്നത് ക്യൂബിറ്റ് എന്ന് പറയുന്നത്. ആൽഫ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബീറ്റ ഇൻറ്റു കെറ്റ് 1 എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ക്യൂബിറ്റ് ആണ്. അപ്പോൾ ഇതാണ് ഇക്വാലന്റ് ആയിട്ടുള്ള ബിറ്റിന് പകരം ഉള്ളത്. അപ്പോൾ ഈ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ് എന്തിൽ ഉണ്ടാവില്ല, നമ്മുടെ ക്ലാസിക്കൽ ഫിസിക്സിൽ ഉണ്ടാവില്ല. അതായത് ഈ ഒരു വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതൊരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ആണ്. ഇതുപോലത്തെ ഒരു സൂപ്പർ പൊസിഷൻ സ്റ്റേറ്റ് ക്ലാസിക്കൽ ഫിസിക്സിൽ ഉണ്ടാവില്ല. ഇത് ഉണ്ടാവില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് എക്സ്റ്റാബ്ലിഷ് ചെയ്യും. അപ്പോൾ ആദ്യമേ മനസ്സിലായിക്കോളുക, ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു ക്വാണ്ടം മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്. അത്തരം സ്റ്റേറ്റുകൾ ക്ലാസിക്കലി ഇല്ല. അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു പിക്ചർ കാണുന്നുണ്ട്. ഈ പിക്ചർ ആണ് എന്തെന്ന് പറയുന്നത് ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ ഒരു ഫിഗർ ആണ്. ഇത് ഗൂഗിളിന്റെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് കാണാം. അപ്പോൾ നമുക്ക് ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുമ്പോൾ നമുക്കൊരിക്കലും സാധാരണ ലെവലിൽ നമ്മളെ സാധാരണ കമ്പ്യൂട്ടർ പോലെ ആയിരിക്കില്ല. ഇതാണ് ക്വാണ്ടം കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ എന്തില്ലാന്ന് വെച്ചാൽ ഇതൊരു വർക്കിംഗ് പൊസിഷനിലുള്ള ഒരു ഫിഗർ അല്ല. ഇത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തുള്ളൊരു പിക്ചറാണ്. കാരണം ഇതിന്റെ മേലെ ഇവിടെ നിങ്ങൾക്ക് ഒരു കാര്യം കാണുന്നുണ്ടാവും. അതിനൊരു കേസ് കൂടെ ഒക്കെ വരും. കാരണം ക്വാണ്ടം കമ്പ്യൂട്ടറൊക്കെ വർക്ക് ചെയ്യുന്നത് എന്തിലാണെന്ന് വെച്ചാൽ ഇത് വളരെ വളരെ ചെറിയ ടെമ്പറേച്ചറിലാണ് വർക്ക് ചെയ്യുന്നത്. ചെറിയ ടെമ്പറേച്ചർ മീൻസ് അറൌണ്ട് 0 കെൽവിൻ അടുത്താണ്. അതായത് മില്ലി കെൽവിനിലൊക്കെയാണ്. അതായത് 1 കെൽവിന്റെ ഒക്കെ താഴെയാണ് എന്ത് ചെയ്യുന്നത് ഇത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ഉണ്ടാക്കിയാലും അതിന് എന്ത് ചെയ്യണം, വലിയൊരു സിലിണ്ടറിക്കൽ ഷേപ്പിൽ 0 ടെമ്പറേച്ചർ അല്ലെങ്കിൽ മില്ലി കെൽവിനിലേക്കൊക്കെ കൊണ്ടുപോകുന്ന രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇതെല്ലാം വർക്ക് ചെയ്യിക്കുന്നത്. അപ്പോൾ ഇത് ഒരു ഗൂഗിളിന്റെ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറാണ്. അപ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത നമ്മൾ പറഞ്ഞു, ക്യൂബിറ്റ് എന്ന് പറയുന്നത് ആണ് ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള യൂണിറ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഒരു ക്വാണ്ടം മെക്കാനിക്സിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് ക്വാണ്ടം സ്റ്റേറ്റ് മാത്രമേ ഉണ്ടാവും. ക്ലാസിക്കലി ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റിനുള്ളത് കൊണ്ട് തന്നെയാണ് എന്തെന്ന് പറയുന്നത് ഈ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ പവർ ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി വിത്ത് നമ്പർ ഓഫ് ക്യൂബിറ്റ്. അതായത് നമ്പർ ഓഫ് ക്യൂബിറ്റിനനുസരിച്ച് എക്സ്പോണൻഷ്യലി ആണ് എന്ത് ചെയ്യുന്നത് ഇതിന്റെ കമ്പ്യൂട്ടേഷൻ പവർ ഇൻക്രീസ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ് ക്വാണ്ടം സിസ്റ്റത്തിനുണ്ട്. അതായത് ക്വാണ്ടം സൂപ്പർപൊസിഷൻ സ്റ്റേറ്റ് എക്സിസ്റ്റിംഗ് ആണ്. അങ്ങനെ ഒരു ഫീച്ചർ ക്വാണ്ടം സിസ്റ്റത്തിൽ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് കമ്പ്യൂട്ടേഷൻ പവർ എക്സ്പോണൻഷ്യലി ഇൻക്രീസിങ് എന്ന് വെച്ചാൽ ഇവിടെ 2 സ്റ്റേറ്റ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഒരു n ക്യൂബിറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ കമ്പ്യൂട്ടേഷൻ പവർ എന്ന് പറയുന്നത് 2 to the power n ആ ഒരു ലെവലിലായിരിക്കും പോകുന്നുണ്ടാവുന്നത്. പക്ഷെ നമുക്ക് ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടേഷൻ പവർ ലീനിയർ ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഇതാണ്. നിങ്ങൾ മാത്തമെറ്റിക്സിൽ നിങ്ങൾക്ക് അറിയുന്നവർക്ക് അറിയാം. അതായത് ഒരു എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇനീഷ്യലി വളരെ സ്ലോലി ആണ് ഇൻക്രീസ് ചെയ്യുന്നതെങ്കിലും വളരെ കുറച്ച് അതായത് നമ്പർ വലുതാവുന്നതിനനുസരിച്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന ഫംഗ്ഷൻ ആണ് എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ. അതുകൊണ്ട് തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിൽ എക്സ്പോണൻഷ്യൽ ആയിട്ടാണ് ക്യൂബിറ്റിനനുസരിച്ച് കമ്പ്യൂട്ടേഷൻ പവർ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു മാജിക്കൽ എഫക്റ്റ് ഒക്കെ എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റും, ക്വാണ്ടം കമ്പ്യൂട്ടർ കൊണ്ടും കമ്പ്യൂട്ടേഷൻ കൊണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ,
അതായത് ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോഴത്തെ പല ഏരിയയിലും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരോ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, മെഷീൻ ലേണിംഗ്, ബിഗ് ഡാറ്റ അനാലിസിസ്, അതായത് വലിയ ഡാറ്റയെ കുറിച്ചും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിലൊക്കെ ഒരുപാട് മുതൽക്കൂട്ടാവുന്ന ഒരു ബ്രാഞ്ചാണ് എന്ത് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ടേമാണ് ക്വാണ്ടം സുപ്രീമസി എന്ന് പറയുന്നത്. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിലും അല്ലെങ്കിൽ ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ കേസിലും ഇപ്പൊ അടുത്ത കാലത്തായിട്ട് വളരെ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സയന്റിഫിക് വേൾഡ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ് എന്ത് ക്വാണ്ടം സുപ്രീമസി എന്ന് പറയുന്നത്. ഇത് പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് ജോൺ പ്ലസ്കിൽ 2012 അതായത് ഇതെന്താന്ന് വെച്ചാൽ ഈ ക്വാണ്ടം സുപ്രീമസി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ക്വാണ്ടം സുപ്രീമസി എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ക്വാണ്ടം അഡ്വാൻറ്റേജ് എന്നുകൂടി അതിനെ പറയാറുണ്ട്. ഇതെന്ന് വെച്ചാല് to describe a point where quantum computer can do things that classical computers can't. അതായത് ഈ ഒരു ക്വാണ്ടം സുപ്രീമസി എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ആ സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത കാര്യം ക്വാണ്ടം കമ്പ്യൂട്ടർ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അതായത് നമുക്കറിയാം ചില കമ്പ്യൂട്ടേഷൻ പ്രോബ്ലംസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ചിലത് സെക്കൻഡ് കൊണ്ട് റിസൾട്ട് കിട്ടും, ചിലത് മണിക്കൂറുകൾ കൊണ്ട് കിട്ടും, ചിലത് ദിവസങ്ങൾ കൊണ്ട് കിട്ടും, ചിലത് വർഷങ്ങൾ കൊണ്ട് കിട്ടും. അങ്ങനെ രീതിയിൽ പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ചില കമ്പ്യൂട്ടേഷൻ പ്രോബ്ലംസ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലാസിക്കൽ കമ്പ്യൂട്ടേഴ്സിൽ ഓൾമോസ്റ്റ് എന്ത് ചെയ്യാൻ പറ്റില്ല, ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാവും. അത്തരം പ്രോബ്ലം പോലും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റും, ക്വാണ്ടം കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാൻ പറ്റും. കാരണം ക്വാണ്ടം കമ്പ്യൂട്ടറിന്റെ കമ്പ്യൂട്ടേഷൻ പവർ എക്സ്പോണൻഷ്യലി ആണ് ഇൻക്രീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിന് അങ്ങനത്തെ മാജിക്കൽ എഫക്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ജോൺ പ്ലസ്കിൽ 2012 പ്രെഡിക്റ്റ് ചെയ്തു. അതായത് ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഇതേപോലെ എന്ത് ചെയ്യാൻ പറ്റും, ക്വാണ്ടം സുപ്രീമസി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും. അതെന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ക്വാണ്ടം കമ്പ്യൂട്ടർ കൊണ്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇത് ഓൾറെഡി 2012 പ്രൊഡിക്റ്റ് ചെയ്തു. പിന്നെ ഗൂഗിൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഗൂഗിൾ ക്വാണ്ടം കമ്പ്യൂട്ടർ ക്വാണ്ടം സുപ്രീമസി ക്ലെയിം, അതായത് ഗൂഗിൾ എന്ത് ചെയ്തിട്ടുണ്ട് എന്ന് വെച്ചാൽ 2019 ഈ ക്വാണ്ടം സുപ്രീമസി അച്ചീവ് ചെയ്തു എന്നുള്ളൊരു ക്ലെയിം നടത്തുന്നുണ്ട്. അതായത് അവരൊരു വർക്ക് ചെയ്ത് അവരത് നേച്ചറിൽ വരെ പബ്ലിഷ് ചെയ്തു. അതായത് അതിലെന്താ പറയുന്നത് വെച്ചാൽ, അതായത് ഗൂഗിൾ ഒരു 54 ക്യൂബിറ്റ് ഒരു സിക്കമോർ എന്ന് പറയുന്ന ഒരു പ്രോസസർ, അതിന്റെ പിക്ചറാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അവരെ ഒരു സിക്കമോർ, അതായത് തൊട്ട് മുമ്പിലത്തെ സ്ലൈഡ് കാണിച്ചിട്ടുള്ള ഈ ഒരു ക്വാണ്ടം കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോസസറാണ്. ഇതിന്റെ നടുക്ക് അങ്ങനെ ഒരു പ്രോസസർ വെച്ചിട്ടുണ്ട്. ആ ഒരു പ്രോസസറാണിത്. ആ പ്രോസസർ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരൊരു കാൽക്കുലേഷൻ ചെയ്തു. അത് 200 സെക്കൻഡ് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അവർ തന്നെ പറയുന്നു ഇത് നമ്മുടെ ഇപ്പോഴുള്ള അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള സൂപ്പർ കമ്പ്യൂട്ടർ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ 10,000 വർഷം എടുക്കുന്ന ഒരു പ്രോബ്ലം ആണ് അവർ 200 സെക്കൻഡ് കൊണ്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ സയന്റിഫിക് വേൾഡിനോട് പറഞ്ഞു ഞങ്ങൾ ക്വാണ്ടം സുപ്രീമസി അച്ചീവ് ചെയ്തു. കാരണം 10,000 വർഷം കൊണ്ട് ഒരു സാധാരണ ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ചെയ്യുന്ന പ്രോബ്ലം വെച്ചാൽ ഓൾമോസ്റ്റ് നമുക്ക് പോസിബിൾ അല്ലാത്തൊരു കേസാണ്. അപ്പൊ അങ്ങനത്തെ ഒരു പ്രോബ്ലം 200 സെക്കൻഡ് കൊണ്ട് അവർ ചെയ്തു എന്നുള്ള ക്ലെയിം അവർ നടത്തുകയുണ്ടായി. പക്ഷെ അതിനെ ക്ലെയിം എന്ന് പറയാൻ കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിന്നീട് ഇതിനെ IBM ഇതിനെ ചാലഞ്ച് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഏകദേശം ഒരു 1 മന്തിന് ശേഷമൊക്കെ IBM ഇത് പറഞ്ഞു ഇത് ഗൂഗിൾ പറഞ്ഞത് പൂർണ്ണമായി ശരിയല്ല. കാരണം അവർക്ക് പറഞ്ഞിട്ടുള്ള 200 സെക്കൻഡ് കൊണ്ട് അവർ ചെയ്തിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റില്ല, 10,000 വർഷമൊന്നും എടുക്കില്ല ആ ഒരു പ്രോബ്ലം ചെയ്യാൻ, ഒരു 2-3 ദിവസം എടുക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് IBM അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പല കമ്പനികൾ IBM, നാസ, ഇതുപോലെ മൈക്രോസോഫ്റ്റ് ഇവരൊക്കെ ഇതിന്റെ പിന്നാലെ ഉണ്ട്. ഇപ്പൊ പിന്നെ ചൈനീസ് ആയിട്ടുള്ള ഒരുപാട് കമ്പനികളും ക്വാണ്ടം കമ്പ്യൂട്ടേഴ്സിന്റെ പിന്നാലെ ഉണ്ട്. അങ്ങനെ പലരും ഈ ക്വാണ്ടം സുപ്രീമസി അതിനുശേഷം അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എന്താ ഒരു അൾട്ടിമേറ്റ് ഗോൾ ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇതിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇന്നത്തെ സയന്റിഫിക് വേൾഡ് കണക്കാക്കുന്ന കാര്യം. അത് പല കമ്പനികളും എന്തുണ്ട് ഇതിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഈ കാര്യങ്ങൾ അച്ചീവ് ചെയ്തിട്ടുണ്ട്. അപ്പം പക്ഷെ അത് ഓരോരോ സ്പെസിഫിക് പ്രോബ്ലത്തിൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത് എന്നേ ഉള്ളൂ. അതായത് ഈ ക്വാണ്ടം സുപ്രീമസി അച്ചീവ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് എല്ലാ പ്രോബ്ലത്തിലും എല്ലാ അൺസോൾവ് പ്രോബ്ലത്തിലും ഇവർ ചെയ്തു എന്നുള്ള രീതിയിലല്ല ഇതിന്റെ മീനിങ്. അതായത് ഗൂഗിൾ ചെയ്തിട്ടുള്ള ഒരു സ്പെസിഫിക് പ്രോബ്ലം അവർ ക്ലാസിക്കൽ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പെസിഫിക് പ്രോബ്ലം അവർ സോൾവ് ചെയ്തു. വേറെ കമ്പനീസ് ഇപ്പൊ IBM ആണെങ്കിൽ വേറെ ഏതോ ഒരു സ്പെസിഫിക് പ്രോബ്ലം അവരുടെ ക്വാണ്ടം കമ്പ്യൂട്ടർ കൊണ്ട് സോൾവ് ചെയ്യാൻ പറ്റി. ആ രീതിയിലാണ് വരുന്നത്. അപ്പം കുറച്ചുകൂടി നമുക്ക് ഒരുപാട് പ്രോബ്ലം സോൾവ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ഇതിനെ വളരണം എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സയന്റിഫിക് വേൾഡ് ഒരുപാട് പൈസ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഇതിൽ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് വളരെ ഇതായിട്ടുള്ള ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു റിസർച്ച് ഏരിയ കൂടിയാണ് ഇത്.
അപ്പൊ ഇതാണ് നിങ്ങൾക്ക് ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. അതിന്റെ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കാര്യങ്ങൾ മനസ്സിലാക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ബേസിക് മാത്തമാറ്റിക്സ്, അതായത് ക്വാണ്ടം മെക്കാനിക്സ് നമുക്ക് അറിയേണ്ടതായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഇനി നമ്മൾ ഡയറക്റ്റ് ആയിട്ട് പോകുന്നത് ക്വാണ്ടം മെക്കാനിക്സിലേക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. നോക്കിക്കോളൂ, അതായത് നമ്മുടെ ഫസ്റ്റ് ലെക്ചർ ആണ്. ഒരു സെക്കൻഡ്. അതായത് നമ്മൾ ഫസ്റ്റ് ലെക്ചറിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലീനിയർ വെക്ടർ സ്പേസിനെ കുറിച്ചാണ്. ഓക്കെ, നോക്കിക്കോളൂ. ലീനിയർ വെക്ടർ സ്പേസ് ഇത് ഒരു ക്വാണ്ടം മെക്കാനിക്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. നോക്കിക്കോളൂ. A linear vector space V is a collection of objects ket alpha, ket beta, ket gamma called vectors for which there exist. അതായത് എ ലീനിയർ വെക്ടർ സ്പേസ് വി എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. അതിനെ നേരത്തെ നമ്മൾ പറഞ്ഞു ഇങ്ങനത്തെ ഒരു സിമ്പൽ എന്ന് വെച്ചാൽ കെറ്റ് എന്നുള്ള രീതിയിലാണ്. അപ്പം കെറ്റ് ആൽഫ, കെറ്റ് ബീറ്റ, കെറ്റ് ഗാമ എന്നുള്ളതാണ് ഇതിനെ വിളിക്കുക. അപ്പോൾ എ ലീനിയർ വെക്ടർ സ്പേസ് വി ഇസ് എ കളക്ഷൻ ഓഫ് ഒബ്ജക്ട് കോൾഡ് വെക്ടേഴ്സ്. അതായത് വെക്ടേഴ്സ് എന്ന് വിളിക്കപ്പെടുന്ന ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെയാണ് എന്തെന്ന് പറയുന്നത് ഒരു ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. അതിനെന്തുണ്ട്? ഫോർ വിച്ച് ദർ എക്സിസ്റ്റ് എ ഡെഫിനിറ്റ് റൂൾ ഫോർ ഫോമിംഗ് ദി വെക്ടർ സം. അതിനെന്തുണ്ട് എന്ന് വെച്ചാൽ വെക്ടർ സം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഡെഫിനിറ്റ് റൂൾ ഉണ്ട്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കെറ്റ് ആൽഫ പ്ലസ് കെറ്റ് ബീറ്റ എന്നുള്ളതാണ്. ഇങ്ങനെയാണ് വെക്ടർ സം എടുക്കുന്നത്. അതിനൊരു റൂളും ഉണ്ട്. പിന്നെ എ ഡെഫിനിറ്റ് റൂൾ ഫോർ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കേലാർസ്. അതായത് സ്കേലാറുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഒരു ഡെഫിനിറ്റ് റൂൾ ഉണ്ട്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് എ ഇൻറ്റു കെറ്റ് ആൽഫ. അതായത് എ ബി സി എന്ന് പറയുന്ന സ്കേലാർസ് ഉണ്ട്. പിന്നെ അതിന് എന്തുണ്ട്? ചില പ്രോപ്പർട്ടീസ് ഉണ്ട്. അതായത് ഒന്നുകൂടി പറയാം. അതായത് ഒരു ലീനിയർ വെക്ടർ സ്പേസ് വി എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. കെറ്റ് ആൽഫ, കെറ്റ് ബീറ്റ, കെറ്റ് ഗാമാസ് എന്ന് പറയുന്നത്. അതിനെ വെക്ടേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതിനെന്തുണ്ട്? രണ്ട് റൂൾ ഉണ്ട്. ഒന്ന് വെക്ടർ സം ആണ്, മറ്റൊന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇനി അതിന്റെ ഫീച്ചേഴ്സ് ആണ് പറയുന്നത്. ഒന്ന് ക്ലോഷർ പ്രോപ്പർട്ടി ആണ്. അതായത് കെറ്റ് ആൽഫ പ്ലസ് കെറ്റ് ബീറ്റ എലമെന്റ് ഓഫ് വി. അതായത് ഈ നമ്മൾ പറഞ്ഞു ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതിൽ ഏത് രണ്ട് വെക്ടർ എടുത്ത് ആഡ് ചെയ്താലും കിട്ടുന്ന വെക്ടർ എന്താണ്? ഇതിൽ തന്നെ ഉണ്ടാവണം. അതായത് ലീനിയർ വെക്ടർ സ്പേസിന് എന്തുണ്ട്? ക്ലോഷർ പ്രോപ്പർട്ടി ഉണ്ട്. അതായത് ആ ഒരു കളക്ഷൻ, ആ ഒരു സെറ്റിലെ ഏത് രണ്ട് വെക്ടർ എടുത്ത് ആഡ് ചെയ്താൽ കിട്ടുന്ന വെക്ടർ എന്ത് ചെയ്യണം? ആ ഒരു കളക്ഷനിൽ തന്നെ ഉണ്ടാവണം. പിന്നെ അടുത്ത പ്രോപ്പർട്ടിയാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. അതായത് കെറ്റ് ആൽഫ പ്ലസ് കെറ്റ് ബീറ്റ ഈക്വൽ ടു കെറ്റ് ബീറ്റ പ്ലസ് കെറ്റ് ആൽഫ. അതായത് ഇത് കമ്മ്യൂട്ടിംഗ് ആണ്. അതായത് ഇതിന് ഓർഡറിന് ഒരു പ്രാധാന്യമല്ല. രണ്ട് രീതിയിൽ ആഡ് ചെയ്താലും എന്താണ്? സെയിം ആണ്. ഏത് രണ്ട് വെക്ടേഴ്സ് ഈ രണ്ട് രീതിയിലും ഓർഡറിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തതാണ് വെക്ടർ അഡീഷൻ ഈസ് അസോസിയേറ്റീവ്. അതായത് വെക്ടർ അഡീഷൻ എന്ന് പറയുന്നത് അസോസിയേറ്റീവ് ആണെന്നുള്ള പ്രോപ്പർട്ടി. അതായത് അസോസിയേറ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം. അതായത് കെറ്റ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്ന് പറയുന്നത് കെറ്റ് ആൽഫ പ്ലസ് ബീറ്റ പ്ലസ് ഗാമ എന്നുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അതിന്റെ ഈ രീതിയിൽ ആഡ് ചെയ്യുന്നതിനാണ് അസോസിയേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോപ്പർട്ടിയാണ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. there exists a null vector ket 0 obeying ket alpha plus ket 0 equal to ket alpha. അതായത് ഈ ഒരു കളക്ഷനകത്ത് ഒരു നൾ വെക്ടർ മസ്റ്റ് ആയിട്ട് ഉണ്ടാവണം. നൾ വെക്ടറിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് കെറ്റ് 0 എന്നുള്ളതാണ്. അതായത് നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു വെക്ടറിനോടും ആ നൾ വെക്ടർ ആഡ് ചെയ്താൽ അതേ വെക്ടർ തന്നെ കിട്ടും. അത് അത്തരത്തിലുള്ള ഒരു വെക്ടർ എന്തിൽ ഉണ്ടാവണം? ഈ ഒരു സെറ്റിൽ ഉണ്ടാവണം. നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ ഏതൊരു വെക്ടറിനോടും ആ ഒരു പെർട്ടിക്കുലർ വെക്ടർ ആഡ് ചെയ്താൽ അതേ വെക്ടർ തന്നെ കിട്ടും. ഇതിനെയാണ് നൾ വെക്ടർ എന്ന് പറയുന്നത്. അത് മസ്റ്റ് ആയിട്ട് ആ ഒരു കളക്ഷനിൽ ഉണ്ടാവണം. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഫോർ എവരി വെക്ടർ കെറ്റ് ആൽഫ ദർ എക്സിസ്റ്റ് ഇൻവേഴ്സ് അണ്ടർ അഡീഷൻ. അതായത് ഏതൊരു വെക്ടർ ഉണ്ടെങ്കിലും കെറ്റ് ആൽഫ എന്ന് പറയുന്ന ഏതൊരു വെക്ടർ ഉണ്ടെങ്കിലും അതിന് എന്തുണ്ടാവണോ? ഒരു ഇൻവേഴ്സ്. അതിനെ കെറ്റ് മൈനസ് ആൽഫ എന്നുള്ളതാണ്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് എന്ന് വെച്ചാൽ കെറ്റ് ആൽഫേനോട് ഒരു മൈനസ് കെറ്റ് ആൽഫ ആഡ് ചെയ്താൽ എന്ത് കിട്ടും? കെറ്റ് 0 എന്ന് പറയുന്നത് കിട്ടും. അതായത് ഈ ഒരു കളക്ഷനകത്ത് എന്തൊക്കെ ഉണ്ടാവണം എന്ന് വെച്ചാൽ ഇതുപോലത്തെ ക്ലോഷർ പ്രോപ്പർട്ടിയും അസോസിയേറ്റീവ് പ്രോപ്പർട്ടിയും കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിക്കും പുറത്ത് ഒരു കെറ്റ് 0 ഉണ്ടാവണം. പിന്നെ ഒരു ഇൻവേഴ്സ് ഉണ്ടാവണം. ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതൊരു വെക്ടറിനോട് ഇൻവേഴ്സ് ആഡ് ചെയ്താൽ നൾ വെക്ടർ കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇൻവേഴ്സ് ഉണ്ടാവണം. പിന്നെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഇൻ ദി വെക്ടേഴ്സ്. സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഡിസ്ട്രിബ്യൂട്ടീവ് ഇൻ ദി വെക്ടേഴ്സ് ആണ്. അതായത് ഇവിടെ എ എന്ന് പറയുന്ന ഒരു സ്കേലാർ ആണ്. ആ സ്കേലാറിനോട് ഈ ഒരു വെക്ടറിനെ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. അതായത് എ ഇൻറ്റു കെറ്റ് ആൽഫ പ്ലസ് എ ഇൻറ്റു കെറ്റ് ബീറ്റ. ഇനി അടുത്തൊരു പ്രോപ്പർട്ടിയാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഇൻ ദി സ്കേലാർസ്. അതായത് ഇവിടെ എ പ്ലസ് ബി എന്ന് പറയുന്ന ഒരു സ്കേലാർസ് ആണ്. രണ്ട് സ്കേലാർസ് ആഡ് ചെയ്തിരിക്കുകയാണ്. അത് ഒരു കെറ്റ് ആൽഫിനോട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എ ഇൻറ്റു കെറ്റ് ആൽഫ പ്ലസ് ബി ഇൻറ്റു കെറ്റ് ആൽഫ. ഇങ്ങനെ ഈ സ്കേലാർസും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും.
ഇനി ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ഈസ് അസോസിയേറ്റീവ്. ഈ സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ എന്താണ്? അസോസിയേറ്റീവ് പ്രോപ്പർട്ടി കാണിക്കുന്നുണ്ട്. അതായത് ബി ഇൻറ്റു കെറ്റാൽഫ എന്ന് പറയുന്നതിനോട് എ മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഇക്വാലന്റ് ആണ് എ ബി ആദ്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട് കെറ്റാൽഫിനോട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം പ്രോപ്പർട്ടീസ്, അതായത് ഒന്നുകൂടി പറയാം, ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്. ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ആണ്. അതിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? വെക്ടേഴ്സ് എന്നുള്ള രീതിയിലാണ് അതിനെ വിളിക്കുന്നത്. അതിൽ എന്തുണ്ട്? രണ്ട് റൂൾ ഉണ്ട്. ഒന്ന് വെക്ടർ അഡീഷൻ ആണ്, മറ്റൊന്ന് സ്കേലാർ മൾട്ടിപ്ലിക്കേഷൻ ആണ്. ആ രണ്ട് റൂള് ഇത്തരത്തിൽ 8 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ 8 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്ന ഈ ഒരു കളക്ഷൻ ഓഫ് ഓബ്ജക്ട്, എനി കളക്ഷൻ ഓഫ് ഓബ്ജക്ട്, ഏത് കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെ എന്ത് പറയാം? നമുക്ക് ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറയാം. ഇതാണ് ലീനിയർ വെക്ടർ സ്പേസ്. ഇനി നമുക്ക് ഓരോന്നായിട്ട് 1-2 എക്സാമ്പിൾ കണ്ടാൽ നിങ്ങൾക്ക് ഇതൊന്നുകൂടി ക്ലിയർ ആവും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ സ്കേലാർസ് ഉണ്ടെന്ന് പറഞ്ഞു. ദിസ് സ്കേലാർസ് എ ബി സി ആർ ഐദർ റിയൽ ഓർ കോംപ്ലക്സ് നമ്പേഴ്സ്. ഈ സ്കേലാർസ് ഒന്നുകിൽ റിയൽ നമ്പർ ആയിരിക്കാം അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആയിരിക്കാം. ഈ സ്കേലാർസ് ഒരു റിയൽ നമ്പർ ആവുകയാണെങ്കിൽ അത്തരത്തിലുള്ള വെക്ടർ സ്പേസിനെയാണ് എന്ത്? റിയൽ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സ്കേലാർസ് ഉണ്ട്. സ്കേലാർസ് ഒന്നുകിൽ റിയൽ നമ്പർ ആവാം അല്ലെങ്കിൽ കോംപ്ലക്സ് നമ്പർ ആവാം. അപ്പോൾ റിയൽ നമ്പർ ആവുകയാണെങ്കിൽ അത് റിയൽ വെക്ടർ സ്പേസ് ആണ്. കോംപ്ലക്സ് നമ്പർ ആവുകയാണെങ്കിൽ അത് കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണ്. അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ഒക്കെ പഠിച്ചു തുടങ്ങിയിട്ടുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ടാവും. അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ ഡീൽ ചെയ്യുന്നത് കോംപ്ലക്സ് വെക്ടർ സ്പേസ് അല്ല റിയൽ വെക്ടർ സ്പേസ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ ടേമുകൾ നമ്മളിങ്ങനെ മാറി മാറി ഉപയോഗിക്കും. അപ്പൊ അതിൽ ഈ കോംപ്ലക്സ് റിയൽ എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതിലെ സ്കേലാർസ് എന്താണെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ്. അതായത് നമ്മൾ ഇവിടെ സ്കേലാർസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ സ്കേലാർ റിയൽ നമ്പർ ആവുകയാണെങ്കിൽ റിയൽ വെക്ടർ സ്പേസ് ആണ്. സ്കേലാർസ് കോംപ്ലക്സ് നമ്പർ ആവുകയാണെങ്കിൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ് ആണ്. അല്ലാതെ വെക്ടറിന്റെ പ്രോപ്പർട്ടി വെച്ചിട്ടല്ല എന്ത് നമ്മൾ ഇവിടെ റിയൽ അല്ലെങ്കിൽ കോംപ്ലക്സ് എന്നുള്ള രീതിയിൽ ഇതാക്കുന്നത്. ഈ വെക്ടേഴ്സ് എന്തല്ല, നൈദർ റിയൽ നോർ കോംപ്ലക്സ് ആണ്. കോംപ്ലക്സോ റിയലോ ഒന്നും അല്ല. പക്ഷെ നമ്മുടെ സ്കേലാർസ് എന്താണ്? ഒന്നുകിൽ റിയൽ ആയിരിക്കും അല്ലെങ്കിൽ കോംപ്ലക്സ് ആയിരിക്കും. റിയൽ ആണെങ്കിൽ റിയൽ വെക്ടർ സ്പേസ്, കോംപ്ലക്സ് ആണെങ്കിൽ കോംപ്ലക്സ് വെക്ടർ സ്പേസ്. ഇനി നമുക്ക് 1-2 എക്സാമ്പിൾ നോക്കാം. ആദ്യം സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് ഈസ് എ വെക്ടർ സ്പേസ് ഓവർ റിയൽ സ്കേലാർസ്. ഈ രീതിയിലാണ് ഒരു വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുന്നുണ്ടാവുക. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, അതാണ് നമ്മുടെ കളക്ഷൻ. അത് എന്ന് പറയുന്നത് ഒരു വെക്ടർ സ്പേസ് ഓവർ റിയൽ സ്കേലാർ. അതായത് ഈ രീതിയിൽ വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് എന്തുകൂടി പറയുന്നുണ്ടാവും? ഏതാണ് അവിടുത്തെ സ്കേലാർസ് എന്ന് കൂടി സ്പെസിഫൈ ചെയ്യുന്നുണ്ടാവും. ഈ രീതിയിലാണ് വെക്ടർ സ്പേസ് പറയുന്നുണ്ടാവുക. അതായത് സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്, അതാണ് നമ്മുടെ കളക്ഷൻ. പിന്നെ എവിടെയാണ് വെക്ടർ സ്പേസ് ഡിഫൈൻ ചെയ്യുന്നത്? അതായത് സ്കേലാർസ് എന്താണ്? റിയൽ നമ്പർ ആണോ കോംപ്ലക്സ് നമ്പർ ആണോ? അപ്പൊ ഈ രീതിയിലായിരിക്കും ഒരു വെക്ടർ സ്പേസ് പറയുന്നുണ്ടാവും. അപ്പൊ നമ്മുടെ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ റിയൽ നമ്പർ ആണ് എന്ത്? കളക്ഷൻ എന്ന് പറയുന്നത്. വെക്ടേഴ്സ് എന്ന് പറയുന്നത് റിയൽ നമ്പർ തന്നെയാണ്. ഇത് ഇവിടുത്തെ സ്കേലാർസും റിയൽ നമ്പർ ആണ്, വെക്ടറും റിയൽ നമ്പർ ആണ്. അപ്പൊ അതുകൊണ്ട് മാറിപ്പോയത് രണ്ടും ഒരേ സാധനം തന്നെയാണ്. ഒരു വെക്ടർ സ്പേസ്, ഒരു കളക്ഷൻ, അതിൽ തന്നെ എന്താണെന്നുള്ളതാണ് നോക്കുന്നത്, വെക്ടർ സ്പേസ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം ഈ പ്രോപ്പർട്ടീസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന്. അപ്പോൾ നമുക്ക് 2 റിയൽ നമ്പർ എടുക്കുന്നു, അതായത് 2+3, അവ തമ്മിൽ ആഡ് ചെയ്യുന്നു, കിട്ടുന്നത് ഒരു 5, വേറൊരു റിയൽ നമ്പർ ആയിരിക്കും. അപ്പൊ ക്ലോഷർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ 2 റിയൽ നമ്പർ 2+3 = 3+2, അതിന്റെ എന്താണ്? കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്യും. പിന്നെ നൾ വെക്ടർ ഏതായിരിക്കും? ഒരു 2 എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ഉണ്ട്, 0 എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. അത് ഈ 0 എന്ന് പറയുന്ന വെക്ടർ ആണ്. കാരണം വെച്ചാൽ നമ്മൾ പറയുന്നത് റിയൽ നമ്പർ ആണ്. നമ്മൾ ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ് റിയൽ നമ്പർ എന്ന് പറയുന്നത്. അതിനെ തന്നെയാണ് നമ്മൾ വെക്ടർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു 2 എന്ന് പറയുന്ന ഒരു വെക്ടറിനോട് 0 എന്ന് പറയുന്ന ഒരു വെക്ടർ ആഡ് ചെയ്താൽ നമുക്ക് 2 എന്ന് പറയുന്ന ഒരു നമ്പർ കിട്ടും. അപ്പോൾ ഇതെന്താണ്? നൾ വെക്ടർ ആണ്. അപ്പോൾ പിന്നെ 2 ഉണ്ടെങ്കിൽ -2 എന്ന് പറയുന്ന ഒരു നമ്പർ ആഡ് ചെയ്താൽ നിങ്ങൾക്ക് 0 വെക്ടർ, നൾ വെക്ടർ കിട്ടുന്നുണ്ട്. അപ്പൊ എന്തുണ്ട്? ഈ ഒരു സ്പേസിൽ നൾ വെക്ടറും ഉണ്ട്, ഇൻവേഴ്സ് ഉണ്ട്. ഏത് ഒരു ഇതുണ്ടെങ്കിൽ അതിന്റെ നെഗറ്റീവ് നമ്പർ ഉണ്ടാവും. അതായത് നമ്മൾ എൻ്റയർ ലൈൻ ആണ് നോക്കുന്നത്, നമ്പർ ലൈൻ ആണ് നോക്കുന്നത്. നെഗറ്റീവ് ഇൻഫിനിറ്റി മുതൽ +∞ to -∞ വരെയുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇൻവേഴ്സ് എന്തായാലും ഉണ്ടാവും, നൾ വെക്ടർ എന്തായാലും ഉണ്ടാവും. പിന്നെ ആ ഡിസ്ട്രിബ്യൂഷൻ, ഇവിടെ 2 × 3+4 എന്ന് പറയുന്നത്, ഇവിടെ 2 എന്ന് പറയുന്നത് സ്കേലാർ ആണ്, 3+4 എന്ന് പറയുന്നത് വെക്ടർ ആണ്. കാരണം ഇവിടെ കൺഫ്യൂഷൻ വരാൻ കാരണം ഇവിടെ 2 സംഭവം ഉണ്ട്, അതുകൊണ്ട് കൺഫ്യൂസ്ഡ് ആവരുത്. ഇവിടെ ഫസ്റ്റിലത്തത് സ്കേലാർ ആണ്, പിന്നെ ഉള്ളിലത്തത് 2 വെക്ടർ ആണ്. അപ്പൊ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. പിന്നെ ഇവിടെ 2+3 എന്ന് പറയുന്നത് സ്കേലാർ ആണ്, പുറത്തുള്ള 4 എന്ന് പറയുന്ന വെക്ടർ ആണ്,
അപ്പൊ അത് ഇങ്ങനെ എന്ത് ചെയ്യും, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ 2ഉം 3ഉം സ്കെലാർ ആണ്, 4 വെക്ടർ ആണ്. അപ്പൊ 2 × 3 × 4. അങ്ങനെ ഈ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ പറഞ്ഞിട്ടുള്ള 8 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സെറ്റ് ഓഫ് റിയൽ നമ്പർ ഈസ് എ വെക്ടർ സ്പേസ് ഓവർ റിയൽ സ്കെലാർ എന്ന് പറയാം. റിയൽ സ്കെലാറിൽ നമ്മുടെ സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ് എന്താണ്, വെക്ടർ സ്പേസ് എന്നുള്ള രീതിയിൽ പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ ആണ് സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഓവർ റിയൽ സ്കെലാർ. അതായത് കോംപ്ലക്സ് നമ്പേഴ്സിന്റെ ഒരു സെറ്റ്, അതും റിയൽ സ്കെലാറിൽ എന്താണ്, വെക്ടർ സ്പേസ് ആണ്. അതായത് കോംപ്ലക്സ് നമ്പർ ആണ് നമ്മുടെ സെറ്റ് പറയുന്നത്, പിന്നെ അവിടുത്തെ സ്കെലാർസ് എന്താണ്, റിയൽ നമ്പർ ആണ്. ഇതും എന്ത് ചെയ്യുന്നുണ്ടാവും, ഏത് രണ്ട് കോംപ്ലക്സ് നമ്പർ ആഡ് ചെയ്താലും കിട്ടുന്നതും ഒരു കോംപ്ലക്സ് നമ്പർ ആയിരിക്കും. അത് കമ്മ്യൂട്ടിംഗ് ആണ്. അവിടെ നൾ വെക്ടർ ഉണ്ട്. അതായത് കോംപ്ലക്സ് നമ്പറിനോട് നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ 0 തന്നെയായിരിക്കും. 0 ആഡ് ചെയ്താൽ അതേ കോംപ്ലക്സ് നമ്പർ കിട്ടും. ഒരു കോംപ്ലക്സ് നമ്പർ ഉണ്ടെങ്കിൽ അതിനോട് എന്ത് ചെയ്യുക, അതിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അതിനോട് 0 ആക്കുന്ന വേറൊരു കോംപ്ലക്സ് നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ ഈ 8 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ കോംപ്ലക്സ് നമ്പറിനും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ എന്താണ്, ഒരു വെക്ടർ സ്പേസ് ഓവർ റിയൽ സ്കെലാർ എന്നുള്ള ഇതിൽ പറയാൻ പറ്റും. ഇനി സെറ്റ് ഓഫ് കോംപ്ലക്സ് നമ്പർ ഓവർ കോംപ്ലക്സ് സ്കെലാർ, അതായത് കോംപ്ലക്സ് നമ്പറിന്റെ ഒരു സെറ്റ് കോംപ്ലക്സ് സ്കെലാർസിലും എന്താണ്, ഒരു വെക്ടർ സ്പേസ് ആണെന്നുള്ളത് കാണിക്കാൻ പറ്റും. ഇതൊക്കെ നേരത്തെ ഇതേ ഇതിൽ തന്നെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് പിന്നീട്. ഓക്കെ, ഇനി മറ്റൊന്നാണ് സെറ്റ് ഓഫ് റിയൽ n/n മെട്രിസസ് ഓവർ റിയൽ സ്കെലാർ. അതായത് സെറ്റ് ഓഫ് റിയൽ n/n മെട്രിസസ് എടുക്കുന്നു. n/n മെട്രിസസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും എന്ന് വെച്ചാൽ അതും വെക്ടർ സ്പേസ് ആണ്. കാരണം ഏത് രണ്ട് n/n മെട്രിക്സ് ആഡ് ചെയ്താലും നിങ്ങൾക്ക് വേറെ n/n മെട്രിക്സ് ആയിരിക്കും കിട്ടുന്നത്. അതും കമ്മ്യൂട്ട് ചെയ്യും. ഓർഡർ മാറ്റിയാൽ അഡീഷൻ ഓഫ് മെട്രിസസിന് പ്രശ്നമില്ല. മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ എന്തുള്ളൂ, നമുക്ക് ഈ ഓർഡറിന്റെ പ്രശ്നം മെട്രിസസിന് വരാനുള്ളൂ. അല്ലെങ്കിൽ ഓർഡർ മെട്രിക്സിന്റെ അഡീഷന് പ്രശ്നമല്ല. പിന്നെ ഈ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഉണ്ട്. പിന്നെ നൾ വെക്ടർ ഉണ്ട്. ഒരു n/n മെട്രിക്സിന്റെ എല്ലാ എൻട്രീസും 0 ആയിട്ടുള്ള ഒരു മെട്രിക്സ് ആഡ് ചെയ്താൽ എന്ത് കിട്ടും, നിങ്ങൾക്ക് അതേ മെട്രിക്സ് തന്നെ കിട്ടും. പിന്നെ നൾ വെക്ടർ, പിന്നെ ഇൻവേഴ്സ് ഉണ്ടാവും. ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എല്ലാത്തിനും നെഗറ്റീവ് കൊടുത്താൽ എന്തുണ്ടാവും, അതിന്റെ ഇൻവേഴ്സ് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും, നിങ്ങൾക്ക് നൾ വെക്ടർ കിട്ടും. അങ്ങനെ എല്ലാ പ്രോപ്പർട്ടീസും എന്ത് ചെയ്യുന്നുണ്ട്, സെറ്റ് ഓഫ് n/n മെട്രിക്സും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് n/n മെട്രിസസ് ഓവർ റിയൽ സ്കെലാർ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലീനിയർ വെക്ടർ സ്പേസ് ആണെന്ന് പറയാം. ഇനി മറ്റൊരു എക്സാമ്പിൾ കൂടിയാണ് സെറ്റ് ഓഫ് റിയൽ 2/1 മെട്രിസസ് ഓവർ റിയൽ സ്കെലാർ. അതായത് സെറ്റ് ഓഫ് 2/1 റിയൽ മെട്രിസസും എന്താണ്, ഒരു ലീനിയർ വെക്ടർ സ്പേസ് ആണ്. അത് ഇവിടെ അടുത്ത പേജിൽ നിങ്ങൾക്ക് അടുത്ത സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇതാണ് സെറ്റ് ഓഫ് 2/1 റിയൽ മെട്രിസസ് ഒരു ലീനിയർ വെക്ടർ സ്പേസ് ആണോ എന്ന് നോക്കാൻ പോവാണ്. നമുക്ക് 8 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അതിലെ രണ്ട് 2/1 മെട്രിസസ്, അതായത് ഒരു കോളം മെട്രിക്സ് ആണ്. 2/1 റിയൽ മെട്രിസസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം കോളം മെട്രിക്സ് ആണെന്ന് അറിയാം. അങ്ങനത്തെ ഒരു കോളം മെട്രിക്സ് എടുത്ത് 2/1 ഒരു റിയൽ മെട്രിക്സ് എടുത്ത് വേറൊരു റിയൽ മെട്രിക്സ് എടുത്ത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താലും നിങ്ങൾക്ക് ഒരു 2/1 റിയൽ മെട്രിക്സസ് ആണ് കിട്ടുന്നത്. അത് ഈ ഒരു കളക്ഷനിൽ ഉണ്ടാവും. അതായത് ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലോസർ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. പിന്നെ ഇതിന്റെ ഓർഡർ മാറ്റി ആഡ് ചെയ്യുന്നത്, അതായത് ആദ്യത്തെ ഈ A B ആണെങ്കിൽ നേരെ തിരിച്ചിട്ട് ആഡ് ചെയ്താലും എന്താണ്, സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ആ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്യും. പിന്നെ നൾ വെക്ടർ കണ്ടില്ലേ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നൾ വെക്ടർ എന്ന് പറയുന്നത് 1 0 എന്ന് പറയുന്നതാണ് എന്ത് നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ വെക്ടർ എന്ന് പറയുന്നത്. അതിനോട് നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ 0 0 എടുക്കണം. ഒരു നമ്പർ 0 എന്നല്ല, ഇതൊരു കോളം വെക്ടർ തന്നെ എടുക്കണം. അല്ലെങ്കിൽ എന്താ, വെറും 0 എടുക്കുകയാണെങ്കിൽ ഇതിനോട് നിങ്ങൾക്കറിയാം നമുക്ക് രണ്ട് മെട്രിക്സ് തമ്മിൽ ആഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അതിന്റെ ഓർഡർ എന്തായിരിക്കണം, ഒരേ ഓർഡറിലുള്ള മെട്രിക്സ് തമ്മിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 2/1 മെട്രിക്സിനോട് 2/1 മെട്രിക്സ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങൾ വെറുതെ ഒരു നമ്പർ ഇട്ട് 0 എന്ന് ആഡ് ചെയ്യാൻ ഇതിന് പറ്റത്തില്ല. കാരണം രണ്ട് ഓർഡറിലുള്ള സാധനമാണെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ നൾ വെക്ടർ എന്ന് പറയുന്നത് വെറും 0 എന്ന് പറയുന്ന നമ്പർ അല്ല. ഈ 0 എന്ന് പറയുന്നത് അതിൽ എൻട്രീസ് എല്ലാം 0 വരുന്ന ഒരു കോളം മെട്രിക്സ് തന്നെയായിരിക്കണം. ഇപ്പൊ ഇതാണ് ഇതിലെ നൾ വെക്ടർ എന്ന് പറയുന്നത്. ഇതിനോട് ആഡ് ചെയ്ത 1 0 എന്ന് പറയുന്ന മറ്റൊരു കോളം മെട്രിക്സ് കിട്ടും. ഇനി ഇൻവേഴ്സ് ആണ്. 1 0 എന്ന് പറയുന്ന ഒരു മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് നോക്കിക്കോളൂ, -1 0 എന്നുള്ള. ഇവിടെ വേറെ എന്തെങ്കിലും എൻട്രി ഉണ്ടായിരുന്നു, ഇവിടെ ഒരു 2 ഉണ്ടായിരുന്ന -2 വരുന്നു മാത്രമേ ഉള്ളൂ. അതായത് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ ഇൻവേഴ്സ് ഉണ്ടാവും. അതും ഇതുകൂടി ആഡ് ചെയ്താൽ എന്താ കിട്ടാൻ, നിങ്ങൾക്ക് നൾ വെക്ടർ കണ്ടില്ല, നൾ വെക്ടർ തന്നെ. അതായത് രണ്ട് എൻട്രിയും 0 ആയിട്ടുള്ള വെക്ടർ നൾ വെക്ടർ കിട്ടും. അപ്പൊ ഇനി 6th പ്രോപ്പർട്ടിയാണ്. ഇവിടെ സ്കെലാർ ആണ് പുറത്തിട്ടിട്ടുള്ളത്. അതിങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അത് ഓട്ടോമാറ്റിക്കലി ഹോൾഡ് ചെയ്യും. പിന്നെ 2+3 എന്ന് പറയുന്ന സ്കെലാർ, അതും ഇങ്ങനെ ഈ സ്കെലാറും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടും. പിന്നെ 2 × 3 എന്ന് പറയുന്ന ആ മൾട്ടിപ്ലിക്കേഷൻ അസോസിയേറ്റീവ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി, അതും എന്ത് ചെയ്യുന്നു, ഹോൾഡ് ചെയ്യുന്നു. അങ്ങനെ സെറ്റ് ഓഫ് 2/1 റിയൽ മെട്രിസസ് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്, നേരത്തെ കാണിച്ചിട്ടുള്ള ലീനിയർ വെക്ടർ സ്പേസിന്റെ 8 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇത് എന്ത് പറയാം,
ഈ ഒരു സെറ്റ് ഓഫ് 2x1 റിയൽ മെട്രിസസിനെ നമുക്ക് എന്ത് പറയാം, ഒരു ലീനിയർ വെക്ടർ സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് ഏതും ലീനിയർ വെക്ടർ സ്പേസ് ആണോ അല്ലയോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. ആദ്യം നിങ്ങൾ ആ 8 പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യുക, നിങ്ങൾ നോക്കുക. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാൻ പോവാണ്. അതായത് കോളം മെട്രിക്സ് 1 0 കോളം മെട്രിക്സ് 0 1 നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഈ കോളം മെട്രിക്സ് 1 0 നമ്മൾ കെറ്റ് 0 എന്ന് വിളിച്ചു. കോളം മെട്രിക്സ് 1 അതായത് കോളം മെട്രിക്സ് 1 0 നമ്മൾ കെറ്റ് 0 എന്ന് വിളിച്ചു. കോളം മെട്രിക്സ് 0 1 കെറ്റ് 1 എന്ന് വിളിച്ചു. അപ്പൊ ഇത് നമ്മൾ ഇനി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്നുണ്ടാവും. ഈ കെറ്റ് 0 കെറ്റ് 1 എന്ന് പറയുന്ന സിമ്പൽ ഇതിപ്പോഴേ നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു വെക്ടറിനെ കാണിക്കുന്നത് ഈ കെറ്റ് എന്ന് പറയുന്ന സിമ്പൽ വെച്ചിട്ടാണ്. കെറ്റ് 0 കെറ്റ് 1 എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കോളം മെട്രിക്സ് 1 0 നമ്മൾ കെറ്റ് 0 എന്ന് വിളിച്ചിട്ടുള്ളത്. കോളം മെട്രിക്സ് 0 1 നമ്മൾ കെറ്റ് 1 എന്നുള്ളതാണ് വിളിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിനെ നമ്മൾ പറയുന്നത് കെറ്റ് വെക്ടേഴ്സ് എന്നുള്ളതാണ്. ഇങ്ങനെ കാണിച്ചിട്ടുള്ള വെക്ടേഴ്സ് ആണ് കെറ്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതായത് കെറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ രീതിയിൽ കാണിച്ചിട്ടുള്ള വെക്ടറാണ് കെറ്റ് വെക്ടർ. അതിനെ മെട്രിക്സിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതൊരു കോളം മെട്രിക്സ് ആയിരിക്കും. ഇനി ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്കിവിടെ ഒരു കെറ്റ് വെക്ടർ എന്ന് കാണിച്ചു. ആ കെറ്റ് വെക്ടർ എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് ആണ്. അപ്പൊ നിങ്ങൾക്ക് അറിയാം, ഒരു കോളം മെട്രിക്സ് ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു റോ മെട്രിക്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഇതിനെ ഈ കോളം മെട്രിക്സിനെ നിങ്ങൾക്ക് ഒരു റോ മെട്രിക്സ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് 1 0 എന്ന് പറയുന്ന കോളം മെട്രിക്സ് തന്നെ നിങ്ങൾ റോ മെട്രിക്സ് 1 0 എന്നുള്ള രീതിയിൽ റെപ്രസെന്റ് ചെയ്യും. ഇതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഇതെന്ന് പറയുന്നത് മറ്റൊരു വെക്ടറാണ്. അതായത് ഇത് കെറ്റ് 0 ഉണ്ടെങ്കിൽ ഇതിനെയാണ് എന്തെന്ന് പറയാം, ബ്രാ 0 എന്നാണ് വിളിക്കുക. അതായത് ബ്രാ വെക്ടർ. അതായത് ഇനി മുതൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യമാണ്, ഇതാണ് കെറ്റ് വെക്ടർ. കെറ്റ് വെക്ടർ ആകുമ്പോൾ ആദ്യം വെർട്ടിക്കൽ ലൈൻ, പിന്നെ വേരിയബിൾ, പിന്നെ ഒരു ആംഗിൾ ബ്രാക്കറ്റ് വരുന്നു. അതാണ് കെറ്റ് 0 എന്ന് പറയുന്നത്. ഇവിടെ ഇതിന്റെ നേരെ തിരിച്ച് ഓർഡറിലാണ് വരുന്നത്. ആദ്യം ഒരു ആംഗിൾ ബ്രാക്കറ്റിന്റെ ലെഫ്റ്റ് എൻഡ് ആണ്, പിന്നെ 0, പിന്നെ വെർട്ടിക്കൽ ബാർ. ഇതാണ് എന്തെന്ന് പറയുന്നത്, ബ്രാ വെക്ടർ എന്ന് പറയുന്നത്. ബ്രാ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ മെട്രിക്സ് ആയിരിക്കും എന്തെന്ന് പറയുന്നത് ബ്രാ വെക്ടർ എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മെട്രിക്സ് റെപ്രസെന്റേഷൻ ആണ് ഇവിടെ നമ്മൾ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കെറ്റ് 0 ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെറ്റ് 0 എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് 1 0 ആണെങ്കിൽ ബ്രാ 0 എന്ന് പറയുന്നത് ഒരു റോ മെട്രിക്സ് 1 0 ആയിരിക്കും. ഇനി കെറ്റ് 1 എന്ന് പറയുന്ന ഒരു കോളം മെട്രിക്സ് 0 1 ആണെങ്കിൽ ബ്രാ 1 എന്ന് പറയുന്നത് ഒരു റോ മെട്രിക്സ് 0 1 ആയിരിക്കും. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, റോ മെട്രിക്സും കോളം മെട്രിക്സും തമ്മിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിനെ കെറ്റ് വെക്ടർ എന്നാണ് വിളിക്കുന്നത്. അതായത് കോളം വെക്ടേഴ്സിനെ കെറ്റ് വെക്ടർ എന്നാണ് വിളിക്കുന്നത്. റോ വെക്ടേഴ്സിനെ അല്ലെങ്കിൽ റോ മെട്രിക്സിനെ നമ്മൾ ബ്രാ വെക്ടർ എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ഇത് ഓർത്തിരിക്കണം, ഈ കെറ്റ് വെക്ടർ ബ്രാ വെക്ടർ മാറിപ്പോകരുത്. നമ്മൾ വീണ്ടും വീണ്ടും പറയും. അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടി കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് ഫെമിലിയർ ആയിക്കോളും, പ്രശ്നം ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമ്മളൊരു മറ്റൊരു കാര്യം പറയാണ് ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതാണ് ലീനിയർ ഇൻഡിപെൻഡൻസ്. A set of vectors ket alpha 1, ket alpha 2, etc. ket alpha n is said to be linearly independent if, അതായത് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ട്, അതൊരു സെറ്റ് തന്നിട്ടുണ്ട് കെറ്റ് ആൽഫ 1. അതായത് നമ്മൾ വെക്ടേഴ്സ് ആയതുകൊണ്ടാണ് നമ്മളിങ്ങനെ ഇനി മുതൽ വെക്ടേഴ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞു വെക്ടേഴ്സ് എങ്ങനെയാ കാണിക്കുക ക്വാണ്ടം മെക്കാനിക്സിൽ, ഇതുപോലെ കെറ്റ് എന്നുള്ള സിമ്പൽ വെച്ചിട്ടാണ്. കെറ്റ് ആൽഫ 1, കെറ്റ് ആൽഫ 2, എക്സെട്ര കെറ്റ് ആൽഫ n. ഇത് ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്. എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഈസ് സെഡ് ടു ബി ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇങ്ങനെ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് എന്തെടുക്കണം, ഒരു C1 കെറ്റ് ആൽഫ 1 പ്ലസ് C2 കെറ്റ് ആൽഫ 2 പ്ലസ് എക്സെട്ര Cn കെറ്റ് ആൽഫ n ഈക്വൽ ടു 0. അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്നു. ഈ ഗിവൺ വെക്ടേഴ്സിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് 0ക്ക് ഇക്വേറ്റ് ചെയ്യാം. എന്നിട്ട് നമ്മൾ ഈ കോഎഫിഷ്യന്റ് കണ്ടുപിടിക്കാൻ നോക്കുന്ന സമയത്ത് ആ കോഎഫിഷ്യന്റുകളെല്ലാം 0 ആണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ഈ ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്താണ്, ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. അതായത് ഒരു ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ നോക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്, അതിന്റെ ആ ഗിവൺ വെക്ടേഴ്സിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുക. അതിന് ലീനിയർ കോമ്പിനേഷൻ എടുക്കുമ്പോൾ C1 C2 എന്ന് പറയുന്ന വേരിയബിൾ വെച്ചിട്ട് കണ്ടുപിടിക്കുക. ഇത് അൺനോൺ വേരിയബിൾ ആണ്. എന്നിട്ട് നിങ്ങൾ ആ വേരിയബിൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. അപ്പൊ ആ വേരിയബിൾ എല്ലാം 0 ആവുകയാണെങ്കിൽ, ആ വേരിയബിളിന് 0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷനെ കിട്ടുന്നുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് പറയാം ഈ ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. ഞാനൊരു സെറ്റ് എടുത്തു, കെറ്റ് 0 കെറ്റ് 1 എന്ന് പറഞ്ഞു. കെറ്റ് 0 നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കെറ്റ് 0 എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് 1 0 ആണ്. കെറ്റ് 1 എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് 0 1 ആണ്. കൺസിഡർ ദി സെറ്റ്. ഈ ഒരു സെറ്റ് എടുത്തു. ഇതിന് നമ്മൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കാൻ പോവാണ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ അല്ലയോ നോക്കണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, അതിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തു. അതായത് C1 കെറ്റ് 0 പ്ലസ് C2 കെറ്റ് 1 ഈക്വൽ ടു 0. എന്നിട്ട് റൈറ്റ് സൈഡിൽ എന്ത് കൊടുത്തു, 0 എന്നുള്ളത് ഇക്വേറ്റ് ചെയ്തു. അപ്പോൾ എന്താ കിട്ടുന്നത്, C1 ഇൻറ്റു
കെറ്റ് 0 എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് 1 0 ആണ്. കെറ്റ് 1 എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് 0 1 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു ഇത് രണ്ട് ആഡ് ചെയ്യുമ്പോൾ C1 ഇവിടെ വരും, ഇവിടെ C2 വരും. അപ്പോൾ കോളം മെട്രിക്സ് എന്താ കിട്ടുക? C1 C2 ആണ്. റൈറ്റ് സൈഡിൽ നമ്മൾ പറഞ്ഞു 0 എന്ന് പറയുന്നതാണ് ഇടുന്നത്. 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നൾ വെക്ടർ ആണ്. നൾ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ കോളം മെട്രിക്സ് 0 0 ആണ്. അങ്ങനെ ഇത് തമ്മിൽ ഇക്വേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ കോളം മെട്രിക്സ് C1 C2, ഇവിടെ കോളം മെട്രിക്സ് 0 0 ആണ്. അപ്പൊ ഇതിന് എന്ത് സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ? C1 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0 എന്ന് പറയുന്ന ഒരു സൊല്യൂഷൻ മാത്രമേ ഉള്ളൂ. അതായത് ഇങ്ങനെ ഇക്വേറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് C1 ഈക്വൽ ടു 0, C2 ഈക്വൽ ടു 0 എന്നുള്ളതാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ എന്ത് പറയാൻ പറ്റും? therefore the set of vectors ket 0 and ket 1, ket 0 എന്ന് വെച്ചാൽ കോളം മെട്രിക്സ് 1 0, ket 1 എന്ന് വെച്ചാൽ കോളം മെട്രിക്സ് 0 1. അപ്പോൾ എന്ത് പറയാൻ പറ്റും? therefore the set of vectors ket 0 ket 1 are linearly independent and vector ket 0 cannot be written in terms of ket 1. ഇതിന്റെ ഐഡിയ എന്താന്ന് വെച്ചാൽ ഇത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് എന്താന്ന് വെച്ചാൽ ket 0 എന്ന് പറയുന്ന വെക്ടറിനെ നമുക്ക് ket 1ന്റെ ടേമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. രണ്ടും ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. ഓക്കെ, അതാണ് ഈ ലീനിയർലി ഇൻഡിപെൻഡന്റിന്റെ ഐഡിയ. ഇനി ലീനിയർലി ഡിപെൻഡന്റ് ആവുകയാണെങ്കിൽ a set of vectors ket alpha 1 ket alpha 2 etc ket alpha n is said to be linearly dependent if there exists a set of complex numbers C1 C2 etc Cn with Ci equal to 0, Ci not equal to 0 for at least one value of Ci such that നേരത്തെ ഇക്വേഷൻ തന്നെ. അതായത് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യമാണ്. ജസ്റ്റ് ഒന്നുകൂടി എടുത്തു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതായത് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ലീനിയർലി ഡിപെൻഡന്റ് ആണോ ഇൻഡിപെൻഡന്റ് ആണോ നോക്കണമെങ്കിൽ ആദ്യം ഇങ്ങനത്തെ ഒരു ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സിന്റെ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുത്തിട്ട് 0ക്ക് ഇക്വേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ കോവിഷ്യന്റ് കണ്ടുപിടിക്കുമ്പോൾ എല്ലാ കോവിഷ്യന്റും 0 ആവുകയാണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതിൽ ഏതെങ്കിലും കോവിഷ്യന്റുകൾ നോൺ 0 വരുന്നുണ്ടെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആണ്. അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് അല്ലെങ്കിൽ ലീനിയർലി ഡിപെൻഡന്റ് ആയിരിക്കും. ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവണമെങ്കിൽ എല്ലാ കോവിഷ്യന്റും എന്തായിരിക്കണം? അതിന് ഒരേ ഒരു സൊല്യൂഷനെ ഉണ്ടാവാൻ പാടുള്ളൂ, എല്ലാ 0 വരുന്നത്. മറ്റേതാണെങ്കിൽ എന്തുണ്ടാവാന്ന് വെച്ചാൽ ഇതിന് ഏതെങ്കിലും സികൾ എന്ത് വരുന്നു? നോൺ 0 വാല്യൂസ് വരുന്നുണ്ടെങ്കിൽ അത്തരം കേസിൽ അത്തരം വെക്ടേഴ്സ്, ആ ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്താണെന്ന് പറയാം? നമുക്ക് ലീനിയർലി ഡിപെൻഡന്റ് ആണെന്ന് പറയാൻ പറ്റും. ഇതാണ് ലീനിയർലി ഇൻഡിപെൻഡൻസ് ആൻഡ് ലീനിയർലി ഡിപെൻഡൻസ്. ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഓക്കെ, ഇനി മറ്റൊരു ഇതാണ്, ഒരു ഐഡിയ ആണ് പറയാൻ പോകുന്നത്. സ്പാൻ എന്ന് പറയുന്ന ഐഡിയ. എ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഈസ് സെഡ് ടു സ്പാൻ ദി സ്പേസ് ഇഫ് എവരി വെക്ടർ in the given space can be written as a linear combination of the members of the set. അതായത് ഒരു കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്, അത് ഒരു സ്പേസിനെ സ്പാൻ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ ആ സ്പേസിൽ ഏതൊരു വെക്ടറിനെയും എന്ത് ചെയ്യാൻ പറ്റണം എന്ന് വെച്ചാൽ നമുക്ക് തന്നിട്ടുള്ള ഒരു ഗിവൺ വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എന്ത് ചെയ്യണം? എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ത് ചെയ്യുന്നു എന്നറിയാം? ആ പെർട്ടിക്കുലർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റും. അതായത് ഏതെങ്കിലും ഒരു സ്പേസ്, ഒരു ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഏതെങ്കിലും ഒരു സ്പേസിനെ സ്പാൻ ചെയ്യുന്നു എന്ന് പറയണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ അതിൽ ഏതെങ്കിലും ഒരു ജനറൽ വെക്ടർ എന്തിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റണം? ഇതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആണെന്ത് നമുക്ക് അതിനെ സ്പാൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റാം. അതായത് ഇതിന്റെ ഐഡിയ എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അപ്പൊ നമുക്ക് ഇവിടെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളെ സാധാരണ നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റിലൊക്കെ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒരു 3 ഡയമെൻഷനിൽ ആണെങ്കിൽ IJK എന്നൊക്കെ പറയുന്നത് എന്താണ്? ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ്. അപ്പൊ നിങ്ങൾ IJK എന്ന് പറയുന്ന വെക്ടേഴ്സ്, അതായത് യൂണിറ്റ് വെക്ടർ I, യൂണിറ്റ് വെക്ടർ J, യൂണിറ്റ് വെക്ടർ K എന്ന് പറയുന്ന വെക്ടർ ഒക്കെ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കോവിഷ്യന്റുകളൊക്കെ എടുത്ത് ഈക്വൽ ടു 0 കൊടുത്താൽ നിങ്ങൾക്ക് അവിടെ കോവിഷ്യന്റുകളൊക്കെ മസ്റ്റ് ആയിട്ട് 0 എന്നുള്ള രീതിയിലായിരിക്കും കിട്ടുന്നത്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾക്കൊരു ഗിവൻ കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് IJK എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടേഴ്സ് ആണ്, യൂണിറ്റ് വെക്ടേഴ്സിനെയാണ് നിങ്ങൾക്ക് കളക്ഷൻ ആയിട്ട് തരുന്നതെങ്കിൽ അത് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഒരു ഗിവൺ സ്പേസിനെ എന്ത് ചെയ്യാൻ പറ്റും? അത് ഉപയോഗിച്ചിട്ട് ഈ IJK എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ആ ഒരു പർട്ടിക്കുലർ സ്പേസിലെ ഏത് വെക്ടറിനെയും എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് ഈ IJK ഒക്കെ എന്താണ്? ആ ഒരു പർട്ടിക്കുലർ സ്പേസിനെ സ്പാൻ ചെയ്യുന്നതാണ്. അതായത് ഫോർ എക്സാമ്പിൾ നമുക്ക് 3 ഡയമെൻഷണൽ സ്പേസിലെ ഏതൊരു വെക്ടറിനെയും, ഒരു ജനറൽ വെക്ടർ A എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് AX × I + AY × J + AZ × K എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതായത് IJK എന്ന് പറയുന്ന യൂണിറ്റ് വെക്ടേഴ്സ് അല്ലെങ്കിൽ ആ വെക്ടേഴ്സ് എടുത്തുകൊണ്ട് അതിന്റെ ടേംസിൽ എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഏതൊരു വെക്ടറിനെയും നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് B എന്ന് പറയുന്ന ഒരു വെക്ടറാണ് BX × I + BY × J + BZ × K എന്നുള്ള രീതിയിൽ ലീനിയർ കോമ്പിനേഷൻ ഓഫ് IJK എന്നുള്ള വെക്ടറിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ IJK എന്ന് പറയുന്ന വെക്ടർ എന്ത് ചെയ്യുന്നു എന്ന് പറയാം? ആ ഒരു 3 ഡയമെൻഷണൽ യൂക്ലിഡിയൻ സ്പേസിനെ സ്പാൻ ചെയ്യുന്നു എന്നുള്ളതിൽ പറയാൻ പറ്റും. പക്ഷേ വെറും I യും J യും മാത്രമേ ഉള്ളൂ എങ്കിൽ
ആ ഐയും ജെയും മാത്രം വെച്ചുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ഏത് വെക്ടറിനെയും നിങ്ങൾക്ക് കാണിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഈ ഐ ജെ എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സ് മാത്രം വെച്ചുകൊണ്ട്, അതാണ് നിങ്ങൾക്ക് തരുന്ന സെറ്റ് എങ്കിൽ അത് വെച്ചുകൊണ്ട് ഏതൊരു ആർബിട്രറി വെക്ടറിനെയും കാണിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ആ ഒരു ഐ ജെ എന്ന് പറയുന്ന വെക്ടർ 3 ഡയമെൻഷൻ സ്പേസിനെ സ്പാൻ ചെയ്യുന്നു എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് 2 ഡയമെൻഷൻ സ്പേസിന് ഒരു XY പ്ലെയിനിലെ ഏത് വെക്ടറിനെ കാണിക്കണമെങ്കിലും ഐ ജെ, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ് എന്ന് പറയുന്ന വെക്ടർ മതി. കാരണം 2 ഡയമെൻഷനിൽ ഒരു വെക്ടർ എന്ന് പറയുന്നത് എന്തേ ഉണ്ടാവുള്ളൂ, എക്സ് ഇൻറ്റു ഐ പ്ലസ് എ വൈ ഇൻറ്റു ജെ, അല്ലെങ്കിൽ സി ആണെങ്കിൽ സി എക്സ് ഇൻറ്റു ഐ പ്ലസ് സി വൈ ഇൻറ്റു ജെ എന്ന് പറയുന്ന രണ്ട് കമ്പോണന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. പക്ഷെ 3 ഡയമെൻഷൻ സ്പേസിന് ആർബിട്രറി വെക്ടറിനെ എക്സ്പ്രസ് ചെയ്യണ മിനിമം 3 വെക്ടേഴ്സ് വേണം. അത് ഐ ജെ കെ എന്ന് പറയുന്നത് ആണ് എന്തെന്ന് പറയുന്നത്, അത് സ്പാൻ ചെയ്യുന്നുണ്ട് 3 ഡയമെൻഷൻ സ്പേസിനെ. അപ്പൊ നമുക്ക് നോക്കാം. എനി ആർബിട്രറി വെക്ടർ ഇൻ 2x1 റിയൽ മെട്രിസസ് ക്യാൻ ബി റിട്ടൺ ആസ്. അതായത് നമ്മളൊരു സ്പാനിന്റെ ഐഡിയ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കുകയാണ്. അതായത് 2x1 റിയൽ മെട്രിസസ് എടുക്കുന്നു. അതപ്പോൾ നമുക്ക് അതിലൊരു ജനറൽ വെക്ടർ എടുക്കുന്നു. അതായത് ഒരു കോളം മെട്രിക്സ് എ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ എടുക്കുന്നു. ഇതാണ് ഒരു ജനറൽ വെക്ടർ ഇൻ 2 ഡയമെൻഷൻ എന്ന് പറയുന്നത്. അതിനെ നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഈ കോളം മെട്രിക്സ് എ ബി എന്ന് പറയുന്നതിന് എ ഇൻറ്റു കോളം മെട്രിക്സ് 1 0 പ്ലസ് ബി ഇൻറ്റു കോളം മെട്രിക്സ് 3 0 1 എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഈ കോളം മെട്രിക്സ് 1 0 എന്ന് പറയുന്നത് എന്താണ്? അതിനെയായിരുന്നു നമ്മൾ കെറ്റ് 0 എന്ന് പറയുന്നത്. കോളം മെട്രിക്സ് 0 1നെയാണ് നമ്മൾ കെറ്റ് 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കോളം മെട്രിക്സ് എ ബി എന്നതിനെ നമുക്ക് എ ഇൻറ്റു കെറ്റ് 0 പ്ലസ് ബി ഇൻറ്റു കെറ്റ് 1 എന്നുള്ള രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇതാണ് സ്പാൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ്, അതായത് കെറ്റ് 0 കെറ്റ് 1ന്റെയും ടേമിൽ ഈ 2 ഡയമെൻഷണൽ 2x1 റിയൽ മെട്രിസസിൽ ഏത് 2x1 റിയൽ മെട്രിക്സിനെയും ഈ ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു ജനറൽ 2x1 റിയൽ മെട്രിക്സ്. ഈ എ ബി മാറ്റി കൊടുത്താൽ ഡിഫറെന്റ് കോളം മെട്രിസസ് കിട്ടും. അപ്പോൾ അതിനെയൊക്കെ നമുക്ക് എന്തിന്റെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും? ഈ കെറ്റ് 0 കെറ്റ് 1ന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? The set of vectors ket 0 and ket 1 span the space of 2x1 real matrices എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അതായത് ഏതൊരു ആർബിട്രറി വെക്ടറിനെയും കെറ്റ് 0ന്റെയും കെറ്റ് 1ന്റെയും ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് ഈ കെറ്റ് 0യും കെറ്റ് 1ഉം ഈ 2x1 റിയൽ മെട്രിസസിനെ സ്പാൻ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഇതാണ് ഐഡിയ, സ്പാനിന്റെ ഐഡിയ. ഇനി മറ്റൊരു ഐഡിയ ആണ് ബേസിസ് എന്ന് പറയുന്നത്. A set of linearly independent vectors that span the space is called basis. അതായത് ബേസിസ് എന്ന് പറഞ്ഞാൽ എ സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ഈ രണ്ട് ഐഡിയയും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ത് ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഒരു സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ദാറ്റ് സ്പാൻ ദി സ്പേസ്. അതായത് ഒരു സെറ്റ് ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് അതായത് ഒരു സെറ്റ് വെക്ടേഴ്സ് എന്തായിരിക്കണം, ലീനിയർലി ഇൻഡിപെൻഡന്റും ആയിരിക്കണം, അത് സ്പാനും ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരം വെക്ടേഴ്സിനെ, സെറ്റ് ഓഫ് വെക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ആ പർട്ടിക്കുലർ സ്പേസിന്റെ ബേസിസ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റും. അതായത് ലീനിയർലി ഇൻഡിപെൻഡന്റ് പ്ലസ് സ്പാൻ ആണ് എന്ത് ബേസിസ് എന്ന് പറയുന്നത്. ഈ രണ്ട് ഐഡിയ കൂടി. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്, ഈ 2x1 റിയൽ മെട്രിസസ് എന്ത് ചെയ്യുന്നുണ്ട്, ആദ്യമേ ലീനിയർലി ഇൻഡിപെൻഡന്റ്, അതായത് 2x1 റിയൽ മെട്രിസസ് അല്ല, ഈ സെറ്റ്, അതായത് ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്, കെറ്റ് 0 കെറ്റ് 1 എന്ന് പറയുന്ന ഒരു സെറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കൂടാതെ ഇവിടെ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ട്, കെറ്റ് 0 കെറ്റ് 1 എന്ത് ചെയ്യുന്നുണ്ട്, 2x1 റിയൽ മെട്രിസസിനെ സ്പാനും ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്ക് കെറ്റ് 0 കെറ്റ് 1 എന്ത് ചെയ്യുന്നുണ്ട്, അത് ലീനിയർലി ഇൻഡിപെൻഡന്റും ആണ്. 2x1 റിയൽ മെട്രിസസിലെ ഏത് വെക്ടറിനെയും നമുക്ക് ഈ കെറ്റ് 0ന്റെയും കെറ്റ് 1ന്റെയും ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എക്സ്പ്രസ് ചെയ്യാനും പറ്റുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore the set of vectors ket 0 and ket 1 are linearly independent and span the space of 2x1 real matrices. Therefore they are the basis for this space. അതുകൊണ്ട് ഇതിന് എന്ത് പറയാൻ പറ്റും, കെറ്റ് 0 കെറ്റ് 1 എന്ന് പറയുന്നത് 2x1 റിയൽ മെട്രിസസിന്റെ ബേസിസ് ആണെന്ന് പറയാം. അതായത് ഒരു 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസിന്റെ ബേസിസ് ആണ് എന്ത് പറയുന്നത് കെറ്റ് 0 കെറ്റ് 1. അതായത് 2 ഡയമെൻഷണൽ വെക്ടറിനെ നമ്മൾ എങ്ങനെയാ കാണിക്കാന്ന് വെച്ചാൽ ഒരു കോളം മെട്രിക്സിൽ 2 എൻട്രീസ് വരുന്ന രീതിയിലാണ് കാണിക്കുക. അപ്പോൾ 2 ഡയമെൻഷണൽ സ്പേസിലെ ഏത് വെക്ടറിനെയും നമുക്ക് കെറ്റ് 0 കെറ്റ് 1 എന്ന് പറയുന്ന വെക്ടർ, കെറ്റ് 0 എന്ന് വെച്ചാൽ കോളം മെട്രിക്സ് 1 0, കെറ്റ് 1 എന്ന് പറഞ്ഞാൽ കോളം മെട്രിക്സ് 0 1, ഇതിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കെറ്റ് 0 കെറ്റ് 1 എന്ന് പറയുന്നത് ഒരു 2 ഡയമെൻഷണൽ വെക്ടർ സ്പേസിന്റെ അല്ലെങ്കിൽ 2x1 റിയൽ മെട്രിസസിന്റെ ബേസിസ് ആണെന്ന് പറയാം. അപ്പൊ ഈ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ബേസിസ് എന്ന് പറയുന്ന ഐഡിയ. അപ്പോൾ ബേസിസ് എന്ന് പറയുന്നത് ഒരു യുണീക്ക് അല്ല ഫോർ എ വെക്ടർ സ്പേസ്. ഇപ്പോൾ ഈ കെറ്റ് 0 കെറ്റ് 1 എന്ന് പറയുന്നത് എന്താ, അതിന്റെ ടേമിൽ ഇവിടുത്തെ ഇത് എക്സ്പ്രസ് ചെയ്തു എന്നേ ഉള്ളൂ. ഇതേ 2 ഡയമെൻഷണൽ സ്പേസിന് വേറെ 2 സെറ്റ് ഓഫ് വെക്ടേഴ്സിന്റെ ടേമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്താൽ ഈ രണ്ട് കാര്യങ്ങളും
സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്ന് ഉള്ളത് നോക്കിയാൽ മതി. ഈ രണ്ട് കണ്ടീഷൻ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണോ, പിന്നെ അത് സ്പാൻ ചെയ്യുന്നുണ്ടോ, ഈ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന എനി സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ സ്പേസിന്റെ ബേസിസ് ആയിരിക്കും. അപ്പോൾ ബേസിസ് ഈസ് നോട്ട് യൂണിക് ഫോർ എ വെക്ടർ സ്പേസ്. ഒരു സ്പേസിന് തന്നെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ബേസിസുകൾ പോസിബിൾ ആണ്. ഓക്കെ, അതാണ് ബേസിസിന്റെ ഐഡിയ. അപ്പോൾ നമുക്കൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ബേസിസ് ആണ് സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറയുന്നത്. എ സ്റ്റാൻഡേർഡ് ബേസിസ് ആൾസോ കോൾഡ് നാച്ചുറൽ ബേസിസ് ഈസ് എ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ വിച്ച് ഈച്ച് ബേസിസ് വെക്ടർ ഹാസ് എ സിംഗിൾ നോൺ സീറോ എൻട്രി വിത്ത് വാല്യൂ 1. അതായത് സ്റ്റാൻഡേർഡ് ബേസിസ് എന്ന് പറഞ്ഞാൽ അതിനെ നാച്ചുറൽ ബേസിസ് എന്ന് കൂടി വിളിക്കാറുണ്ട്. അതിനകത്ത് എന്തേ ഉണ്ടാവുള്ളൂ എന്ന് വെച്ചാൽ ഒരു കോളത്തിനകത്ത് ഒരു എൻട്രി മാത്രമേ ഉണ്ടാവുള്ളൂ, അത് 1 ആയിരിക്കും. അതായത് ഇവിടെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കെറ്റ് 0യും കെറ്റ് 1 എന്താണ്, ഇതൊരു സ്റ്റാൻഡേർഡ് ബേസിസ് ആണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ 2 ഡയമെൻഷൻ. 2 ഡയമെൻഷന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് എന്തെന്ന് പറയുന്നത്, കെറ്റ് 0, കെറ്റ് 1 എന്ന് പറയുന്നത്. കെറ്റ് 0 എന്ന് വെച്ചാൽ കോളം ഇട്ട് 1 0 ആണ്, കെറ്റ് 1 എന്ന് പറഞ്ഞാൽ കോളം ഇട്ട് 0 1 എന്നുള്ളതാണ്. ഇതാണ് സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ 2 ഡയമെൻഷൻ. 2 ഡയമെൻഷന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് ആണ് അത്. ഇതേപോലെ 3 ഡയമെൻഷന്റെ സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കുകയാണെങ്കിൽ ആദ്യം 1 0 0, പിന്നെ 0 1 0, 0 0 1, ഇങ്ങനെ 3 വെക്ടേഴ്സ് എടുത്താൽ ഇതാണ് സ്റ്റാൻഡേർഡ് ബേസിസ്. ഈ സ്റ്റാൻഡേർഡ് ബേസിസിന്റെ പ്രത്യേകത എന്താണ്, ഓരോരോ ബേസിസിലും ഒരു നോൺ സീറോ എൻട്രി ഉണ്ടാവുള്ളൂ ഓരോ കോളത്തിലും. അതിലെ ആ ഒരു കോളത്തിലെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ആയിരിക്കും. ഇവിടെ ഇതിൽ ഒരു നോൺ സീറോ എൻട്രി 1 ഉള്ളൂ, അത് ഫസ്റ്റ് പൊസിഷനിൽ. രണ്ടാമത്തെ കോളം വെക്ടേഴ്സ് സെക്കൻഡ് പൊസിഷനിൽ നോൺ സീറോ എൻട്രി, ഇതിൽ മൂന്നാമത്തെ പൊസിഷനിൽ നോൺ സീറോ എൻട്രി. ഇങ്ങനെ അത് 3 ഡയമെൻഷൻ ആയതുകൊണ്ടാണ് ഇവിടെ 3 വരുന്നത്. അപ്പോൾ അതിന്റെ 3 വെക്ടേഴ്സ് ഉണ്ടാവും. അതിൽ ഈ ഓരോ 1 പൊസിഷൻസ് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് പോകുന്ന രീതിയിലായിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കുക, ആദ്യത്തെ പൊസിഷനിൽ 1 വരുന്നു, രണ്ടാമത്തെ പൊസിഷൻ. 2 ഡയമെൻഷൻ ആയതുകൊണ്ട് എന്തേ ഉണ്ടാവുള്ളൂ, 2 കോളം മെട്രിസസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാൻഡേർഡ് ബേസിസ് ഫോർ 4 ഡയമെൻഷൻ ഉണ്ടാക്കാൻ പറ്റും. 4 ഡയമെൻഷൻ എടുക്കണമെങ്കിൽ 1 0 0, 1 കഴിഞ്ഞിട്ട് 3 0, പിന്നത്തേൽ 0 1 0 0, രണ്ടാമത്തെ പൊസിഷനിൽ 1 വരുന്നത്, ഇങ്ങനെ മൂന്നാമത്തെ പൊസിഷനിൽ 1 വരുന്നത്, നാലാമത്തെ പൊസിഷനിൽ 1 വരുന്നത്, അങ്ങനെ 4 ഡയമെൻഷനിൽ എടുക്കുക. അങ്ങനെ 5 ഡയമെൻഷൻ, n ഡയമെൻഷനോ ഏത് ഡയമെൻഷൻ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സ്റ്റാൻഡേർഡ് ബേസിസ് എടുക്കാൻ പറ്റും. അപ്പോൾ ദ സെറ്റ് ഓഫ് വെക്ടേഴ്സ്, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ, സെറ്റ് ഓഫ് വെക്ടേഴ്സ് കെറ്റ് E1 കെറ്റ് E2 എക്സെട്ര കെറ്റ് En റെപ്രസെന്റ് ദി ബേസിസ് ഓഫ് n ഡയമെൻഷണൽ സ്പേസ്. അതായത് n ഡയമെൻഷണൽ സ്പേസ് ഉണ്ടെങ്കിൽ അതിന്റെ ബേസിസിന് നമുക്ക് കെറ്റ് E1 കെറ്റ് E2 എക്സെട്ര കെറ്റ് En എന്നുള്ള രീതിയിൽ നമുക്ക് കാണിക്കാൻ പറ്റും. ഇനി ഡയമെൻഷൻ എന്ന് പറയുന്ന ഒരു ഐഡിയ ആണ്. അതായത് നിങ്ങൾക്ക് ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിന്റെ ഡയമെൻഷൻ ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നുണ്ട്, 2 ഡയമെൻഷൻ 3 ഡയമെൻഷൻ എന്നുള്ള. അപ്പൊ ഈ ഡയമെൻഷൻ എന്ന് പറയുന്ന ഐഡിയ എവിടെ നിന്നാണ് വരുന്നത്, അല്ലെങ്കിൽ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡയമെൻഷൻ നമുക്ക് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ എനി ബേസിസ് ഈസ് കോൾഡ് ഡയമെൻഷൻ ഓഫ് ദി വെക്ടർ സ്പേസ്. അതായത് ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെയാ പറയാൻ പറ്റുന്നത് വെച്ചാൽ, ആ ഒരു വെക്ടർ സ്പേസിന്റെ ബേസിസിൽ എത്ര വെക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതിന് അടിസ്ഥാനത്തിലാണ്. ഒരു വെക്ടർ സ്പേസിന്റെ ഡയമെൻഷൻ നമുക്ക് എങ്ങനെയാ പറയാന്ന് വെച്ചാൽ, ആ ഒരു വെക്ടർ സ്പേസിന് ബേസിസ് ഉണ്ടാവും, ആ ബേസിസിൽ എത്ര വെക്ടേഴ്സ് ഉണ്ട് അതിനെയാണ്. അപ്പോൾ അതായത് നമ്മൾ 2 ഡയമെൻഷൻ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു, അതിൽ എന്തുണ്ട്, 2 വെക്ടേഴ്സ് ഉണ്ട്. അതായത് 1 0 0 1 എന്ന് പറയുന്ന 2 കോളം വെക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഇത് ആണ് എന്തെന്ന് പറയുന്നത്, ഇതിന്റെ ബേസിസ് ആണ്. അപ്പൊ അതിൽ 2 വെക്ടർ ആണല്ലോ, അതുകൊണ്ട് അത് 2 ഡയമെൻഷൻ. 3 ഡയമെൻഷനിൽ 3 വെക്ടർ ഉണ്ടാവും അതിന്റെ ബേസിസിൽ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ബേസിസ് ഈസ് നോട്ട് യൂണിക് ഫോർ എ വെക്ടർ സ്പേസ്. ഒരു വെക്ടർ സ്പേസിന് ബേസിസ് യൂണിക് അല്ല, പക്ഷെ ഈ നമ്പർ യൂണിക് ആയിരിക്കും. അതായത് 3 ഡയമെൻഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ്, ഇതുപോലെ തന്നെ ആയിക്കോളം എന്നില്ല 2 ഡയമെൻഷൻ സ്പേസിന്റെ എല്ലാ ബേസിസും വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും. പക്ഷെ ആ നമ്പർ അപ്പോഴും എന്തായിരിക്കും, വേറെ 3 വെക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ബേസിസ് എടുക്കാൻ പറ്റും. നാലാമത്തെ ഒരു വെക്ടർ വരുമ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, സ്പാനിന് പ്രശ്നം ഉണ്ടാവില്ല, പക്ഷെ അത് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിപ്പോ. കാരണം ബേസിസ് ആവണമെങ്കിൽ 2 ക്രൈറ്റീരിയ സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്ന്, ഗിവൺ സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഷുഡ് ബി ലീനിയർലി ഇൻഡിപെൻഡന്റ്. അതർ എന്താണ് മറ്റൊരു പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഷുഡ് സ്പാൻ ദാറ്റ് പർട്ടിക്കുലർ സ്പേസ്. ആ പർട്ടിക്കുലർ സ്പേസിനെ അത് സ്പാൻ ചെയ്യണം. ആ സ്പാൻ പ്ലസ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണ് എന്ത്, ബേസിസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്പർ കൂടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഈ ലീനിയർ ഡിപ്പെൻഡന്റ് ആയിപ്പോ. അതായത് നിങ്ങൾക്ക് ഇതിനകത്ത് ഒരു 2 ഡയമെൻഷൻ ഉണ്ടെങ്കിൽ 1 0 0 1 എന്നുള്ള ഒരു ഇതാണെങ്കിൽ, നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു വെക്ടർ ഇതിന് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതായത് നിങ്ങൾ 2 ഡയമെൻഷൻ XY പ്ലെയിനിലാണെങ്കിൽ Iയും Jയും ചൂസ് ചെയ്താൽ, നിങ്ങൾ വേറെ ഒരു വെക്ടർ എടുത്താൽ അതിന് പെർപെൻഡിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആയിട്ട് നിങ്ങൾക്ക് വേറൊരു വെക്ടർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല. അതെന്തായിരിക്കും, ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിരിക്കും ഈ 2 വെക്ടറിന്. അതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത്, ആ ഒരു പർട്ടിക്കുലർ സ്പേസിന്റെ ബേസിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ബേസിസിലെ നമ്പർ എന്തായിരിക്കും, ബേസിസ് സെറ്റിലെ നമ്പർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. പക്ഷെ അതിലെ വെക്ടേഴ്സ് ചിലപ്പോൾ മാറിയേക്കാം, പക്ഷെ അതിന്റെ നമ്പർ കറക്റ്റ് ആയിരിക്കും. ആ നമ്പർ ആണ് എന്ത് എന്ന് പറയുന്നത്, ആ പർട്ടിക്കുലർ സ്പേസിന്റെ ഡയമെൻഷൻ. നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ എ ബേസിസ് സെറ്റ് ആണ് എന്ത്, ഡയമെൻഷൻ ഓഫ് എ പർട്ടിക്കുലർ വെക്ടർ സ്പേസ് എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി ഇൻ ക്വാണ്ടം മെക്കാനിക്സ് വി ആർ കോളിംഗ് ദ കെറ്റ് സ്പേസ് വി ആർ കോളിംഗ് ദി സ്പേസ് ഓഫ് കെറ്റ് വെക്ടേഴ്സ് ആസ് കെറ്റ് സ്പേസ്. അതായത് നമ്മൾ കെറ്റ് വെക്ടേഴ്സ് പറഞ്ഞു. കെറ്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കോളം വെക്ടേഴ്സ് ആയിട്ട് കാണിച്ചിട്ടുള്ള വെക്ടർ ആയിരുന്നു. അതിനെ നമുക്ക് അതിന്റെ അത്തരം വെക്ടേഴ്സിന്റെ സ്പേസിനെ നമുക്ക് കെറ്റ് സ്പേസ് എന്ന് പറയാം. അതിനെ വി എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത്. പിന്നെ മറ്റൊരു സ്പേസ് കൂടി ഉണ്ട്, ബ്രാ സ്പേസ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ബ്രാ വെക്ടർ പറഞ്ഞിട്ടുണ്ട്. ബ്രാ വെക്ടർ എന്ന് വെച്ചാൽ ഒരു കോളം മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റോ മെട്രിക്സ് ഉണ്ടാവും. ആ റോ മെട്രിക്സിന്റെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ബ്രാ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അത്തരം ബ്രാ വെക്ടേഴ്സിന്റെ സ്പേസിനെയാണ് എന്തെന്ന് പറയുന്നത് ബ്രാ സ്പേസ് എന്ന് പറയുന്നത്. അതിനെ വി സ്റ്റാർ എന്നുള്ള രീതിയിലാണ്. ഇതിന് വേറെ ഡുവൽ സ്പേസ് എന്ന് പറയുന്ന ഐഡിയാസ് ഒക്കെ ഉണ്ട്. നമ്മൾ അതിലേക്ക് ഇപ്പോൾ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിന് കൂടുതൽ ഇപ്പം നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സിനെ കുറിച്ചുള്ള കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ മുമ്പ് എടുത്തിട്ടുള്ള ബ്രിഡ്ജ് കോഴ്സിന്റെ ഇതുണ്ട്. അതിൽ ഈ കാര്യങ്ങൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ക്ലാസ്സിന് ശേഷം അതിന്റെ ലിങ്ക് യൂട്യൂബ് വീഡിയോസ് ഉണ്ട്, അത് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇടുന്നതാണ്. കൂടുതൽ കാര്യങ്ങൾ ഡുവൽ സ്പേസിനെ കുറിച്ചൊക്കെ മനസ്സിലാവണമെങ്കിൽ നിങ്ങൾക്ക് അത് കേൾക്കാവുന്നതാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ അതിനെ ഇങ്ങനെ വിളിക്കുന്നേ ഉള്ളൂ. അതായത് ഇപ്പൊ നിങ്ങൾ ഇത്ര മനസ്സിലാക്കിയാൽ മതി. നമ്മളൊരു കോളം മെട്രിക്സ് ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് റോ മെട്രിസസ് ഉണ്ടാവും. ഈ കോളം മെട്രിസസിനെയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ബ്രാ വെക്ടർ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയി കോളം മെട്രിസസിനെയാണ് കെറ്റ് വെക്ടർ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസ് ആണ് കെറ്റ് സ്പേസ്. റോ മെട്രിസസിനെയാണ് ബ്രാ വെക്ടർ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്പേസ് ആണ് ബ്രാ സ്പേസ് എന്ന് പറയുന്നത്. ഇതൊരു കോംപ്ലക്സ് കോൺജുഗേറ്റ് സ്പേസ് ആണ്. വി ഉണ്ടെങ്കിൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് സ്പേസ് ആയിരിക്കും വി സ്റ്റാർ എന്ന് പറയുന്നത്. ഇനി ഇതിലെ മറ്റൊരു ഐഡിയ ആണ് ഡുവൽ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. ദർ എക്സിസ്റ്റ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ കെറ്റ് സ്പേസ് ആൻഡ് ബ്രാ സ്പേസ് കോളിംഗ് ഡുവൽ കറസ്പോണ്ടൻസ്. അതായത് ഈ കെറ്റ് വെക്ടറും ഉണ്ട് ബ്രാ വെക്ടറും ഉണ്ട്, അല്ലെങ്കിൽ കെറ്റ് സ്പേസും ഉണ്ട് ബ്രാ സ്പേസും ഉണ്ട്. അങ്ങനെ നമുക്ക് കയ്യിൽ 2 സ്പേസ് ഉണ്ട്. ഈ സ്പേസിലെ വെക്ടേഴ്സ് തമ്മിൽ എന്തുണ്ട് എന്ന് വെച്ചാൽ ഒരു കറസ്പോണ്ടൻസ് ഉണ്ട്, 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. അതായത് ഒരു കെറ്റ് സ്പേസ് ഉണ്ട്, വേറൊരു ബ്രാ സ്പേസ് ഉണ്ട്. ഈ 2 സ്പേസും തമ്മിൽ കെറ്റ് സ്പേസിൽ ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്രാ സ്പേസിൽ എന്തുണ്ടാവും, മറ്റൊരു വെക്ടർ ഉണ്ടാവും. അല്ലെങ്കിൽ കെറ്റ് സ്പേസിൽ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്രാ സ്പേസിൽ മറ്റൊരു സംഭവം ഉണ്ടാവും. അപ്പൊ അതിനെയാണ് ഈ ഡുവൽ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ കെറ്റ് സ്പേസ് ആൻഡ് ബ്രാ സ്പേസ് കോൾഡ് ഡുവൽ കറസ്പോണ്ടൻസ്. അപ്പൊ അതെങ്ങനെയാണ്, ആ കറസ്പോണ്ടൻസ് ആണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് കെറ്റാൽഫ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡുവൽ കറസ്പോണ്ടൻസ് ഈ 2 ഡയറക്ഷണൽ ലെയറാണ്. അതായത് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടേക്കും വരുന്നുണ്ട്. അതായത് ഒരു കെറ്റാൽഫ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബ്രാ ആൽഫ ഉണ്ടാവും. അതിന് ആ ഇക്വാലൻസി എങ്ങനെയാ വരുന്നത്, ഇതിൽ ഒരു കാര്യം ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്രാ സ്പേസിൽ എന്താണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഉള്ളത്. അല്ലെങ്കിൽ ബ്രാ സ്പേസിൽ ഒരു എണ്ണം ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെറ്റ് സ്പേസിൽ എന്താണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡുവൽ കറസ്പോണ്ടൻസ് പറയുന്നത്. കെറ്റാൽഫ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ്, കെറ്റാൽഫ എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു റോ മെട്രിക്സ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ. അപ്പോൾ കെറ്റാൽഫ ഡുവൽ കറസ്പോണ്ടൻസ് ബ്രാ ആൽഫയാണ്. പിന്നെ അതിലൊരു ഓപ്പറേഷൻ ആണെങ്കിൽ കെറ്റാൽഫ പ്ലസ് കെറ്റ് ബീറ്റ ആണെങ്കിൽ ഡുവൽ കറസ്പോണ്ടിങ് ടു ബ്രാ ആൽഫ പ്ലസ് ബ്രാ ബീറ്റ. ഇങ്ങനത്തെ രീതിയിലാണ് ഡുവൽ കറസ്പോണ്ടൻസ് വരുന്നത്. ഇതൊന്ന് ഓർത്ത് വെക്കണം, എങ്ങനെയാണ് ഡുവൽ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്, പലപ്പോഴും മിസ്റ്റേക്ക് വരാവുന്ന ഒരു കാര്യമാണ് സി ഇൻറ്റു കെറ്റാൽഫ. അതായത് ഒരു കെറ്റാൽഫേനോട് ഒരു കോംപ്ലക്സ് നമ്പർ മൾട്ടിപ്ലൈ ചെയ്തിട്ടുള്ള കേസ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡുവൽ കറസ്പോണ്ടൻസ് എന്ന് പറയുന്നത് സി സ്റ്റാർ ഇൻറ്റു ബ്രാ ആൽഫയാണ്. അതായത് സി ഇൻറ്റു കെറ്റാൽഫ എന്ന് പറഞ്ഞാൽ, അതായത് ഇത് ഒരു കോംപ്ലക്സ് കോൺജുഗേറ്റ് സ്പേസ് ആണെന്ന് പറഞ്ഞു. വി ഉണ്ടെങ്കിൽ വി സ്റ്റാർ ആണ് ബ്രാ സ്പേസ്. അതായത് നമ്മുടെ സാധാരണ സ്പേസിൽ ഒരു കോംപ്ലക്സ് നമ്പർ വരുന്നുണ്ടെങ്കിൽ അതിനെ ബ്രാ സ്പേസിലേക്ക് പോകുമ്പോൾ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കണം. അതായത് A+IB ഉണ്ടെങ്കിൽ A-IB എന്നുള്ള രീതിയിലേക്ക് മാറ്റണം. അതായത് ഇവിടെ ഒരു കോംപ്ലക്സ് നമ്പർ ആണെങ്കിൽ അതിന്റെ ഡുവൽ സ്പേസിലേക്ക് പോകുമ്പോൾ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റിലേക്ക് മാറ്റണം. അത്ര മാത്രമേ വ്യത്യാസം ഉണ്ടാവുള്ളൂ. സി ഇൻറ്റു കെറ്റാൽഫ സിക്ക് സി സ്റ്റാർ ഇൻറ്റു ബ്രാ ആൽഫ. പിന്നെ ഇതിലെ ബേസിസ് ഉണ്ട്. ഈ കെറ്റ് E1, കെറ്റ് E2 എക്സെട്ര കെറ്റ് En ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ബ്രാ E1, ബ്രാ E2 എക്സെട്ര ബ്രാ En എന്ന് പറയുന്ന ഡുവൽ കറസ്പോണ്ടിങ് വെക്ടേഴ്സ് ഉണ്ട്. ഇതാണ് ബേസിസിന്റെ ഡുവൽ കറസ്പോണ്ടൻസ്. ഇനി മറ്റൊരു ഐഡിയ ആണ് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ദ ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് two vectors ket alpha and ket beta is a complex number denoted by inner product alpha beta അല്ലെങ്കിൽ ബ്രാക്കറ്റ് ആൽഫ ബീറ്റ എന്നുള്ള രീതിയിൽ പറയൂ. ഹാവ് ദി ഫോളോയിങ് പ്രോപ്പർട്ടീസ്. അതായത് ഈ പറയാൻ പോകുന്നത്, അതായത് 2 വെക്ടേഴ്സ് ഉണ്ട്, കെറ്റ് ആൽഫ കെറ്റ് ബീറ്റയും തമ്മിൽ കമ്പൈൻ ചെയ്തിട്ട് ഒരു നമ്പർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിനെയാണ്. അതായത് 2 വെക്ടേഴ്സ് ഉണ്ട്, കെറ്റ് ആൽഫയും കെറ്റ് ബീറ്റയും. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു കോംപ്ലക്സ് നമ്പർ ആണ്. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്.
ആദ്യം ബ്രാ ആൽഫ വരുന്നു, പിന്നീട് കെറ്റ് ആൽഫ. അതായത് കെറ്റ് ആൽഫ ബ്രാ ബീറ്റ അല്ലെങ്കിൽ കെറ്റ് ആൽഫ കെറ്റ് ബീറ്റ ആണെങ്കിൽ ഇവ തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിൽ ആദ്യത്തതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാ വെക്ടർ എടുക്കും, ബ്രാ ആൽഫ എടുക്കും, പിന്നെ രണ്ടാമത്തത് ആ കെറ്റ് ബീറ്റ് തന്നെ എടുക്കും. ഈ രീതിയിൽ എടുക്കുന്ന മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്തെന്ന് പറയുന്നത് ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അത് ഇന്നർ പ്രൊഡക്റ്റ് ആണ്, ഈ പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക എന്ന് വെച്ചാൽ ഒരു നമ്പറാണ്, ഒരു കോംപ്ലക്സ് നമ്പറാണ് കിട്ടുന്നത്. അതിന്റെ പ്രോപ്പർട്ടി കൂടിയാണ് ചുവടെ കാണിച്ചിട്ടുള്ളത്. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ അല്ലെങ്കിൽ ബ്രാക്കറ്റ് ആൽഫ ബീറ്റ എന്ന് പറയും. ബ്രാക്കറ്റ് എന്ന് പറയാൻ കാരണം ഇവിടെ ബ്രായാണ് വരുന്നത്, പിന്നീട് കെറ്റ് ആണ് വരുന്നത്, അതുകൊണ്ട് ബ്രാക്കറ്റ് ആൽഫ ബീറ്റ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ബ്രാക്കറ്റ് ആൽഫ ബീറ്റ അല്ലെങ്കിൽ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ ആണെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു ബ്രാക്കറ്റ് ബീറ്റ ആൽഫ സ്റ്റാർ. അതായത് ഇവിടെ ആൽഫ ബീറ്റ എന്ന് പറയുന്ന ഒരു ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ വിച്ച് ഈസ് ഈക്വൽ ടു അതിന്റെ ഓർഡർ തിരിച്ചു എഴുതിയാൽ അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിരിക്കും. ഈ രീതിയിലാണ് അവ റിലേറ്റ് ചെയ്തിരിക്കുന്നത്. ബ്രാക്കറ്റ് ആൽഫ ബീറ്റ ഈസ് ഈക്വൽ ടു ബീറ്റ ആൽഫ സ്റ്റാർ എന്നുള്ള രീതിയിലാണ് ഈ ഒരു ഐഡിയ, ഈ കോംപ്ലക്സ് കോൺജുഗേറ്റിന്റെ ഐഡിയ ഓർത്തിരിക്കണം. അത് ഈക്വൽ ആണ്, പക്ഷെ കോംപ്ലക്സ് കോൺജുഗേറ്റ് ഫോമിലാണ് ഈക്വൽ ആയിട്ടുള്ളത്. പിന്നെ ഒരു വെക്ടർ അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുന്നു, ബ്രാക്കറ്റ് ആൽഫ ആൽഫ എന്നുള്ളത് വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ഒരു വെക്ടർ അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ അത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ള കണ്ടീഷൻ മസ്റ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ചെയ്യണം. അതായത് അത് 0 എപ്പോഴാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ കെറ്റ് ആൽഫ എന്ന് പറയുന്നത് 0 വരുന്നത്, അല്ലെങ്കിൽ ബ്രാക്കറ്റ് ആൽഫ 0 ബ്രാക്കറ്റ് ആൽഫ ആൽഫ എന്ന് പറയുന്നത് 0 വരുന്ന എപ്പോഴാണ് ഈ കെറ്റ് എന്ന് പറയുന്നത് 0 ആവുന്ന കേസിലാണ്. ഈ കെറ്റ് നൾക്കറ്റിന് മാത്രമേ എന്തുള്ളൂ, ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു. അത് 0 വരുന്നത് എപ്പോൾ മാത്രമേ ഉള്ളൂ, ഈ കെറ്റ് തന്നെ നൾക്കറ്റ് ആവുന്ന കേസിൽ മാത്രമേ 0 വരുള്ളൂ. അല്ലാത്ത കേസിലൊക്കെ എന്തായിരിക്കും എന്ന് വെച്ചാൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. ഇനി മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഇവിടെ ബ്രാ ആൽഫ ബി കെറ്റ് ബീറ്റ പ്ലസ് സി കെറ്റ് ഗാമ എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്റ്റ് ഉണ്ടെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഈ ഇവിടെ ബിയും സിയും എന്താണ്, നമ്മുടെ സ്കേലാർസ് ആണ്. അത് നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. അത് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. ഈ പ്രോപ്പർട്ടിയും ഇന്നർ പ്രൊഡക്റ്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതുകൂടി മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ബി എന്ത് ചെയ്യും? പുറത്ത് വരും. പിന്നീട് എന്താ വരിക? ബ്രാ ആൽഫ കെറ്റ് ബീറ്റ പ്ലസ് ഇവിടെ ബ്രാ ആൽഫ അടുത്തതിലേക്ക് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് സി പുറത്ത് വന്നിട്ട് ബ്രാ ആൽഫ കെറ്റ് ഗാമ എന്നുള്ള രീതിയിൽ വരും. ഇങ്ങനെ ഇതുകൂടി ഇതാക്കും. അതായത് ഇങ്ങനെ ഏത് രണ്ട് വെക്ടേഴ്സും നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ഒരു കോംപ്ലക്സ് നമ്പർ തരികയാണെങ്കിൽ അത്തരത്തിലുള്ള പ്രൊഡക്റ്റിനെയാണ് എന്ത് എന്ന് പറയുന്നത്? ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇതാണ് ഇന്നർ പ്രൊഡക്റ്റിന്റെ ഡെഫിനിഷൻ. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മളെ സാധാരണ സ്പേസിലെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളത് നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് തന്നെയാണ്. ഡോട്ട് പ്രൊഡക്റ്റിനെ ജനറലൈസ് ചെയ്തിരിക്കുന്ന ഐഡിയ ആണ് എന്തെന്ന് പറയുന്നത്? ലീനിയർ വെക്ടർ സ്പേസിലെ ഡോട്ട് പ്രൊഡക്റ്റിനെ ജനറലൈസ് ചെയ്തിട്ടുള്ള ഐഡിയ ആണ് ഇവിടുത്തെ ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഇന്നർ പ്രൊഡക്റ്റിന്റെ ഒരു സ്പെഷ്യൽ കേസ് ആണ്. യൂക്ലിഡിയൻ സ്പേസിലെ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഡീൽ ചെയ്യുന്ന സ്പേസിലെ ഒരു പ്രൊഡക്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്. ഇതിന് ഇക്വലന്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ഇത്. നമ്മൾ ഡീൽ ചെയ്യുന്ന എല്ലാം റിയൽ സ്പേസ് ആണ്. അപ്പോൾ ഈ തരത്തിലുള്ള കാര്യങ്ങളൊന്നും പ്രശ്നം ഉണ്ടാവില്ല. അപ്പോൾ ഇനി ഒരു ഐഡിയ ആണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്താണെന്നുള്ള ഐഡിയ ആണ്. എ ലീനിയർ വെക്ടർ സ്പേസ് വിത്ത് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ദിസ് കോൾഡ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അതായത് നമ്മൾ നേരത്തെ ലീനിയർ വെക്ടർ സ്പേസ് പറഞ്ഞിട്ടുണ്ട്. ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒരു കളക്ഷൻ ഓഫ് ഒബ്ജക്ട്സ് ഉണ്ട്, അതിന് 8 പ്രോപ്പർട്ടീസ് ഉണ്ട്. ആ സെറ്റ് ഓഫ് ഒബ്ജക്റ്റ് ആ പർട്ടിക്കുലർ പറഞ്ഞിട്ടുള്ള 8 പ്രോപ്പർട്ടീസും സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരം കളക്ഷൻ ഓഫ് ഒബ്ജക്റ്റിനെ ആണ് എന്ത് പറയുന്നത്? ആ കളക്ഷനെ നമുക്ക് എന്താ പറയുക? ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറയാം. ആ ലീനിയർ വെക്ടർ സ്പേസിൽ എന്ത് മസ്റ്റ് ആയിട്ട് ഉണ്ടായിക്കോളണമെന്നില്ല. ഇന്നർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് നിർബന്ധമായിട്ട് ഉണ്ടായിക്കോളണമെന്നില്ല, പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തോളണമെന്നില്ല അതിലെ വെക്ടേഴ്സ്. പക്ഷെ ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന വെക്ടേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു ലീനിയർ വെക്ടർ സ്പേസിൽ ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ലീനിയർ വെക്ടർ സ്പേസിനെയാണ് എന്ത്? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് എ ലീനിയർ വെക്ടർ സ്പേസ് വിത്ത് ഇന്നർ പ്രൊഡക്റ്റ് ഡിഫൈൻഡ് ഈസ് കോൾഡ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ്. അതായത് ലീനിയർ വെക്ടർ സ്പേസിൽ ഇന്നർ പ്രൊഡക്റ്റ് കൂടി ഡിഫൈൻ ചെയ്യാൻ പറ്റിയാൽ അതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് പറയുന്നത്. അതായത് ലീനിയർ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞാൽ ആ കളക്ഷൻ ഒബ്ജക്റ്റ് അതിന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ആ പ്രോപ്പർട്ടിയിൽ അതിന്റെ കൂടെ ഈ പ്രോപ്പർട്ടി കൂടി വന്നാൽ അത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയി. മറ്റേ പ്രോപ്പർട്ടി മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുന്നുള്ളെങ്കിൽ അത് വെറുതെ ലീനിയർ വെക്ടർ സ്പേസ് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അതിൽ ഈ 3 പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായി മാറി? ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് നേരത്തെ പറഞ്ഞിട്ടുള്ള ലീനിയർ വെക്ടർ സ്പേസിനെ നമുക്ക് പറയാൻ പറ്റും. അതായത് ഈ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്ന് വെച്ചാൽ മറ്റതിന്റെ ഒരു സ്പെഷ്യൽ കേസാണ്. എല്ലാ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്താണ്? ലീനിയർ വെക്ടർ സ്പേസ് ആണ്. ലീനിയർ വെക്ടർ സ്പേസിന്റെ എല്ലാ പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആവണം. പക്ഷേ എല്ലാ
ലീനിയർ വെക്ടർ സ്പേസ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആവണമെന്നില്ല. ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എല്ലാം ലീനിയർ വെക്ടർ സ്പേസ് ആയിരിക്കും. കാരണം ആ പ്രോപ്പർട്ടി അഡീഷണൽ ആയിട്ട് 3 പ്രോപ്പർട്ടി കൂടി സാറ്റിസ്ഫൈ ചെയ്യുമ്പോഴാണ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് കിട്ടുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആ ഒരു ഇന്നർ പ്രൊഡക്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ 2 വെക്ടർ എടുക്കുന്നു. കെറ്റ് ആൽഫ എന്ന് പറയുന്നത് എടുക്കുന്നു, അതിന് ഒരു കോളം മെട്രിക്സ് 1 എടുക്കുന്നു. കെറ്റ് ബീറ്റ എന്ന് എടുക്കുന്നു, അതിന് ഒരു കോളം മെട്രിക്സ് 1i എന്നുള്ള രീതിയിൽ എടുക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കെറ്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, കെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കോളം മെട്രിക്സ് ആണ്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്രാ വെക്ടർ എടുക്കാൻ പറ്റും. അതൊരു റോ മെട്രിക്സ് ആയിരിക്കും. അപ്പം കെറ്റ് ആൽഫ ഉണ്ടെങ്കിൽ ബ്രാ ആൽഫ ഉണ്ട്. അപ്പൊ അതെന്ന് പറയുന്നത് 1 എന്നുള്ള രീതിയിൽ, അതായത് ഇതിനെ കോളം മെട്രിക്സ് ആണെങ്കിൽ ഇതിന് റോ മെട്രിക്സ് ആകുമ്പോൾ 1 എന്നുള്ള രീതിയിൽ വരും. ഇവിടെ കെറ്റ് ആൽഫ ഉണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കെറ്റ് ബീറ്റ ഉണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ബ്രാ ബീറ്റ ഉണ്ടാവും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ എൻട്രി എന്ന് പറയുന്നത് 1i ആണ്. ഇതൊരു കോംപ്ലക്സ് നമ്പർ ആണ്. അപ്പോൾ ബ്രാ ബീറ്റയിലേക്ക് ആക്കുമ്പോൾ i ഉള്ളത് -i ആക്കണം. അതാണ് ഇവിടെ ഒരു വ്യത്യാസം വരുന്നത്. ഇവിടെ റോനെ കോളത്തിലേക്ക് മാറ്റുന്ന സമയത്ത് i ഉള്ളത് -i ആവും. -i ആയിരുന്നു ഇവിടെയെങ്കിൽ i ആവും. അതിന്റെ കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണം. ഇങ്ങനത്തെ രീതിയിലേക്ക് മാറ്റി കാണിക്കുന്ന സമയത്ത് കോംപ്ലക്സ് കോൺജുഗേറ്റ് ആയിട്ട് മാറുന്നുണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ ഇന്നർ പ്രൊഡക്റ്റ് നോക്കി നോക്കാം. നമ്മൾക്കിപ്പോ ആൽഫയും എന്ത് കിട്ടി? കെറ്റ് ആൽഫ കെറ്റ് ബീറ്റ കിട്ടി, ബ്രാ ആൽഫ ബ്രാ ബീറ്റ കിട്ടി. അപ്പൊ ആദ്യം നമുക്ക് എന്ത് എടുക്കാന്ന് വെച്ചാൽ ബ്രാ ആൽഫ കെറ്റ് ബീറ്റ ആണ്. ബ്രാ ആൽഫ കെറ്റ് ബീറ്റ എടുക്കുമ്പോൾ ആദ്യം ബ്രായാണ് വരുന്നത്. ബ്രാ എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമേ നിങ്ങൾ ഓർക്കണം, അതൊരു റോ മെട്രിക്സ് ആണെന്നുള്ളത് ഓർക്കണം. അപ്പൊ ബ്രാ ആൽഫ എന്ന് പറഞ്ഞാൽ 1 ആണ്, ഒരു റോ മെട്രിക്സ് 1 ആണ്. കെറ്റ് ബീറ്റ എന്ന് വെച്ചാൽ 1i ആണ്. അപ്പൊ ഇത് രണ്ടും കൂടി മൾട്ടിപ്ലൈ ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. 1 മൾട്ടിപ്ലൈ ചെയ്താൽ 1 കിട്ടും, 1i മൾട്ടിപ്ലൈ ചെയ്താൽ 1+i. നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്യാൻ അറിയുന്നതാണ്. ഒരു റോയും കോളവും മൾട്ടിപ്ലൈ, അതായത് ഒരു റോ ആദ്യം ഒരു റോ പിന്നീട് ഒരു കോളം എന്നുള്ള രീതിയിൽ മൾട്ടിപ്ലൈ ചെയ്താൽ ഇതെന്തായിരിക്കും? ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു 1/2 ആണ്. ഇതിന്റെ ഓർഡർ എന്ന് പറയുന്നത് ഒരു 2/1 ആണ്. അപ്പൊ 1/2 × 2/1. അപ്പൊ ആ 2 × 2 ക്യാൻസൽ ആയി 1/1 മെട്രിക്സ് ആയിരിക്കും. 1/1 മെട്രിക്സ് എന്ന് വെച്ചാൽ അതൊരു നമ്പർ ആയിരിക്കും. അതായത് ഒരു റോയും കോളവും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് എന്തായിരിക്കും കിട്ടുക? ഒരു നമ്പർ ആയിരിക്കും കിട്ടുന്നത്. അത് തന്നെയാണ് ഇവിടെ ഇന്നർ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കിട്ടാൻ കാരണം. അപ്പൊ ഇങ്ങനത്തെ 2 വെക്ടേഴ്സ് തമ്മിൽ ഉള്ള ഒരു ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് 1+i കിട്ടി. ഇനി നമുക്ക് അതിന്റെ നേരെ തിരിച്ചുള്ള സാധനം, ആദ്യം ബ്രാ ബീറ്റ എടുത്തു, പിന്നെ കെറ്റ് ആൽഫ എടുക്കുന്നു. ബ്രാ ബീറ്റ എന്ന് പറഞ്ഞാൽ ഇത് കെറ്റ് ബീറ്റ എന്ന് വെച്ചാൽ 1i ആണ്. അപ്പം ബ്രാ ബീറ്റ എന്ന് പറഞ്ഞാൽ 1 - i വരും. പിന്നെ കെറ്റ് ആൽഫ ആണെങ്കിൽ 1 തന്നെയാണ്. അപ്പൊ ഇത് തമ്മിൽ എടുത്ത സമയത്ത് 1 - i ആണ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ എന്ന് പറയുന്നത് 1+i യും ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ആൽഫ എന്ന് പറയുന്നത് 1 - i ആണ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റൂ? ഇത് തമ്മിൽ കമ്പയർ ചെയ്താൽ എന്ത് പറയാൻ പറ്റും? ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ബീറ്റ = ബീറ്റ ആൽഫ സ്റ്റാർ. അതായത് നമ്മുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു ഇന്നർ പ്രൊഡക്റ്റില്. ഇനി സെക്കൻഡ് കാര്യമാണ് നോക്കുന്നത്. ഒരു ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ വിത്ത് ഇറ്റ് സെൽഫ്, 1ഉം i യും ആൽഫ ആൽഫ, അതായത് ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ ആൽഫ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റ് ബ്രാ ആൽഫ എന്ന് വെച്ചാൽ 1 ആണ്, റോ മെട്രിക്സ് 1 ആണ്, മറ്റേത് കോളം മെട്രിക്സ് 1 ആണ്. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് 2 എന്ന് പറയുന്ന ഒരു നമ്പർ, ഇത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി ഇന്നർ പ്രൊഡക്റ്റ് ബീറ്റ ബീറ്റ എന്ന് വെച്ചാൽ 1 - i എടുക്കണം, ഇവിടെ 1i എടുക്കണം, കാരണം കോംപ്ലക്സ് കോൺജുഗേറ്റ് എടുക്കണം. അപ്പൊ ഇത് രണ്ടും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താലും നിങ്ങൾക്ക് 2 ആണ്, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 കിട്ടും. പിന്നെ ഒരു കെറ്റ് 0 ഉണ്ടെങ്കിൽ അത് അതിനോട് ഇന്നർ പ്രൊഡക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് 0 ആണ് കിട്ടുന്നത്. അപ്പോൾ സെക്കൻഡ് പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് അതിലെ ഏത് 2 വെക്ടേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഗ്രേറ്റർ ദാൻ ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി ആണ്. വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ്, ഇന്നർ പ്രൊഡക്റ്റോ വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് ചെയ്ത ഒരു നോൺ സീറോ ക്വാണ്ടിറ്റി ആണ് നിങ്ങൾക്ക് കിട്ടുന്നത്. 0 കിട്ടുന്ന എപ്പോഴാണ്? നൾ വെക്ടർ തമ്മിൽ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ ആണ് കിട്ടുന്നത്. അപ്പൊ സെക്കൻഡ് പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. ഇനി തേർഡ് പ്രോപ്പർട്ടി ഓട്ടോമാറ്റിക്കലി സാറ്റിസ്ഫൈ ചെയ്യും. കാരണം ആ തേർഡ് പ്രോപ്പർട്ടിയിൽ എന്താണ്? ലെഫ്റ്റിൽ ഒരു ഇതാണ് ബ്രാ വെക്ടർ ആണ്. ബ്രാ വെക്ടർ ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് കെറ്റ് വെക്ടറിന്റെ മേലെയാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഒരു ബ്രാ വെക്ടർ എന്ന് പറയുമ്പോൾ ഒരു റോ മെട്രിക്സ് ആണ്. അതിന് ഇങ്ങനത്തെ ഒരു ലീനിയർ കോമ്പിനേഷനിലെ 2 കെറ്റ് വെക്ടർ 2 കോളം മെട്രിക്സിന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. ആ സമയത്ത് ഈ നമ്പർ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പുറത്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഇതും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതായത് ഇങ്ങനെ സെറ്റ് ഓഫ് 2/1 മെട്രിക്സസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇന്നർ പ്രൊഡക്റ്റിന്റെ 3 പ്രോപ്പർട്ടി എന്ത് ചെയ്യുന്നുണ്ട്? സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ സെറ്റ് ഓഫ് 2/1 റിയൽ മെട്രിക്സസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്ന് പറയാൻ പറ്റും. അതായത് സെറ്റ് ഓഫ് 2/1 റിയൽ മെട്രിക്സസ് ഈ 3 പ്രോപ്പർട്ടി ഇന്നർ പ്രൊഡക്റ്റിന്റെ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നതുകൊണ്ട് അത് ഓൾറെഡി ഒരു ലീനിയർ വെക്ടർ സ്പേസ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം, നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. അതിന് ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിന്റെ 3 പ്രോപ്പർട്ടി കൂടി ഉണ്ട്. അതുകൊണ്ട് അതൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്ന് പറയാൻ പറ്റും.
ഇനി നോം ഓഫ് ദി വെക്ടർ. എക്സ്ക്യൂസ് മീ, ഓക്കെ ഓക്കെ ഫൈൻ. ഇനി അടുത്തതാണ് നോം ഓഫ് ദി വെക്ടർ ആണ്. The inner product of any vector with itself is a non-negative real number. Its square root is called norm of the vector. അതായത് ഒരു വെക്ടർ അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുകയാണെങ്കിൽ നമുക്കൊരു നോൺ നെഗറ്റീവ് റിയൽ നമ്പർ ആണ് കിട്ടുന്നത്. അതിന്റെ സ്ക്വയർ റൂട്ടിനെയാണ് നോം ഓഫ് ദി വെക്ടർ എന്ന് പറയുന്നത്. അതൊരു വെക്ടർ അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുക. അതാണ് നമ്മൾ ഇവിടെ കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആൽഫ വിത്ത് ഇറ്റ് സെൽഫ് എടുത്ത സമയത്ത് 2 ആണ് കിട്ടിയത്, ബീറ്റ വിത്ത് ഇറ്റ് സെൽഫ് 2 ആണ് കിട്ടിയിട്ടുള്ളത്. ഇതിന്റെ സ്ക്വയർ റൂട്ടിനെയാണ് എന്തെന്ന് പറയുന്നത് നോം ഓഫ് ദി വെക്ടർ എന്ന് പറയുന്നത്. അതായത് ഇവിടെ നോം ഓഫ് ദി വെക്ടർ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ വെക്ടേഴ്സിനെ ഡീൽ ചെയ്യുന്ന സമയത്ത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്ന ഒരു ഐഡിയ ഉണ്ട്. അതിന്റെ ക്വാണ്ടം മെക്കാനിക്സിലൊക്കെ നമ്മൾ പറയുന്ന ലീനിയർ വെക്ടർ സ്പേസിൽ പറയുന്ന അതാണെന്ത്, അതിന് ഇക്വലന്റ് ആയിട്ട് ലീനിയർ വെക്ടർ സ്പേസ് പറയുന്ന കാര്യമാണ് എന്ത് എന്ന് പറയുന്നത് നോം എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം, ഒരു എ എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് നിങ്ങൾ എങ്ങനെയായിരുന്നു എടുക്കുന്നത്? എ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു ഐ പ്ലസ് എ വൈ ഇൻറ്റു ജെ പ്ലസ് എ സെഡ് ഇൻറ്റു കെ ആണ്. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ ആദ്യം നിങ്ങൾ എനോട് തന്നെ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കും, അതായത് എ ഡോട്ട് എ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടും? എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ കിട്ടും. എന്നിട്ട് അതിന്റെ റൂട്ട് എടുക്കും. അതാണല്ലോ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് എ വൈ സ്ക്വയർ പ്ലസ് എ സെഡ് സ്ക്വയർ ആണ്. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ റൂട്ട് എടുക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് നിങ്ങൾക്ക് മാഗ്നിറ്റ്യൂഡ് എടുക്കാന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടെ എന്താണ്, ഇന്നർ പ്രൊഡക്റ്റ് എടുത്തിട്ട് റൂട്ട് എടുത്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? മാഗ്നിറ്റ്യൂഡ് കിട്ടും. അതായത് നോം ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ദാറ്റ് വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ് എടുക്കുന്നു, എന്നിട്ട് റൂട്ട് എടുക്കുന്നു. അതാണ് നോം എന്ന് പറയുന്നത്. അതായത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്ടർ തന്നെയാണ് ഈ നോം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നോർമലൈസ്ഡ് കെറ്റ് എന്ന് പറയുന്നത് എ കെറ്റ് ആൽഫ വിത്ത് ഇറ്റ്സ് നോം ഈക്വൽ ടു 1 ഈസ് കോൾഡ് നോർമലൈസ്ഡ് കെറ്റ്. അതായത് ഒരു കെറ്റ് ആൽഫ ഉണ്ട്, അതിന്റെ നോം 1 ആവുകയാണെങ്കിൽ അത്തരം കെറ്റുകളെയാണ് എന്തെന്ന് പറയുന്നത് നോർമലൈസ്ഡ് കെറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഒരു വെക്ടർ ഉണ്ടെങ്കിൽ അതിന്റെ നോം 1 ആവുകയാണ്. ഇപ്പൊ അതായത് നമുക്കൊരു യൂണിറ്റ് വെക്ടർ ഉള്ളത് വേണം. അതായത് നമുക്കൊരു വെക്ടർ ഐ എന്ന് പറയുന്ന ഒരു യൂണിറ്റ് വെക്ടർ ഉണ്ട്, അത് അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ എന്തായിരിക്കും? അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണ്. അത്തരം വെക്ടറുകളെയാണ് എന്തെന്ന് പറയുന്നത് നോർമലൈസ്ഡ് വെക്ടർ എന്ന് പറയുന്നത്, നോം 1 ആയിട്ടുള്ള വെക്ടർ. അപ്പൊ ഇന്നർ പ്രൊഡക്റ്റ് എടുത്തു നോക്കിയാൽ 1 കിട്ടുകയാണെങ്കിൽ അത്തരം വെക്ടറുകൾ ഓൾറെഡി നോർമലൈസ്ഡ് കെറ്റ് ആണെന്ന് പറയാം. ഈ കെറ്റ് ആൽഫ ഈസ് നോട്ട് നോർമലൈസ്ഡ്, കറസ്പോണ്ടിങ് നോർമലൈസ്ഡ് കെറ്റ് ആൽഫ ടിൽഡ ഈസ് ഒബ്റ്റൈൻഡ് ബൈ. നമുക്കൊരു ഗിവൺ വെക്ടർ കിട്ടി, അത് നോർമലൈസ്ഡ് ആണോ അല്ലയോ എന്നുള്ളത് നോക്കണമെങ്കിൽ പലപ്പോഴും നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ ഡീൽ ചെയ്യുന്നത് നോർമലൈസ്ഡ് വെക്ടേഴ്സ് ഒക്കെ ആയിരിക്കും. അപ്പൊ അതായത് അതിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്ടർ തന്നെയായിരിക്കും. അപ്പൊ നമുക്ക് ചിലപ്പോ മെജോറിറ്റി കേസിൽ നിങ്ങൾക്ക് എന്തായിരിക്കും? നോർമലൈസ്ഡ് വെക്ടർ ആയിരിക്കും കിട്ടുന്നത്. അതായത് അതിനോട് തന്നെ അത് ഇന്നർ പ്രൊഡക്റ്റ് എടുത്താൽ നിങ്ങൾക്ക് 1 ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഇനി അത് അങ്ങനെ കിട്ടുന്നില്ല എന്ന് വിചാരിച്ചോളൂ, 1 അല്ല കിട്ടുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിനെ നോർമലൈസ് ചെയ്യാൻ പറ്റും. എന്ത് ചെയ്താൽ മതി? നിങ്ങൾ സാധാരണ ഒരു വെക്ടറിന്റെ ഇത് കണ്ടുപിടിക്കാൻ എന്താണ്, അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റണം എന്താണ് ചെയ്യാറുള്ളത്? ഒരു പർട്ടിക്കുലർ വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ത് ചെയ്യാണ്? ഡിവൈഡ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു എ വെക്ടർ ഉണ്ട്, അപ്പോൾ അതിന് എ ക്യാപ്പ് കിട്ടണമെങ്കിൽ എന്താ ചെയ്യുന്നു? അതിനെ യൂണിറ്റ് വെക്ടർ ആക്കി മാറ്റണമെങ്കിൽ എന്താ ചെയ്യുക? നിങ്ങൾ അതിനെ എനോട് മാഗ്നിറ്റ്യൂഡ് എ ഡിവൈഡ് ചെയ്യുന്നു. ആ ഒരു ഐഡിയ തന്നെ. ഇവിടെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോമാണ്. ഒരു വെക്ടറിനെ അതിന്റെ നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് നോർമലൈസ്ഡ് വെക്ടർ കിട്ടും. അതായത് കെറ്റ് ആൽഫയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലൈസ്ഡ് വെക്ടർ ആണ് കെറ്റ് ആൽഫ ടിൽഡ എന്ന് പറയുന്നത്. അപ്പം കെറ്റ് ആൽഫ ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് വെക്ടർ വിത്ത് ഇറ്റ് സെൽഫ്. അതാണ് നോം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നോർമലൈസ്ഡ് കെറ്റ് കിട്ടും. ഇനി ഓർത്തോഗണൽ വെക്ടേഴ്സ്. 2 vectors ket alpha and ket beta whose inner product is 0 are called orthogonal vectors. 2 vectors ഉണ്ട്, ket alpha ket beta എന്ന് പറയുന്നത്. അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 ആവുകയാണെങ്കിൽ അത്തരം വെക്ടേഴ്സുകളെ നമുക്ക് എന്ത് പറയാം? ആ 2 വെക്ടേഴ്സിനെ നമുക്ക് ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. ഇവിടെ ket alpha ket beta ഉണ്ട്, അവയുടെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ആ 2 വെക്ടേഴ്സ് ഓർത്തോഗണൽ ആണെന്ന് പറയാൻ പറ്റും. അതായത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെ, നിങ്ങൾക്ക് അറിയാം ഐ എൻ ജെ ഉണ്ട്, 2 വെക്ടേഴ്സ് ഉണ്ട്, യൂണിറ്റ് വെക്ടേഴ്സ് ഉണ്ട്. അവ ഓർത്തോഗണൽ ആണ്. കാരണം എന്താണ്? ഐ ഡോട്ട് ജെ എടുത്താൽ എന്താണ്? 0 ആണ്. അല്ലെങ്കിൽ ജെ ഡോട്ട് കെ എടുത്താൽ എന്താണ്? 0 ആണ്. അവ എന്താണ്? ഓർത്തോഗണൽ ആണ്. അപ്പൊ ആ ഐഡിയ തന്നെ നമ്മളെ ക്ലാസിക്കലി അല്ലെങ്കിൽ നമ്മൾ യൂക്ലിഡിയൻ സ്പേസിലൊക്കെ ഐഡിയനൊക്കെ എക്സാക്ട്ലി എന്ത് ചെയ്യാണ്? എക്സ്റ്റെൻഡ് ചെയ്യാണ് ഇവിടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ എന്താണ്? അവ തമ്മിൽ ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ, ഇവിടെ ഡോട്ട് പ്രൊഡക്റ്റ് അല്ല ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0 ആവുകയാണെങ്കിൽ ആ 2 വെക്ടേഴ്സ് എന്തായിരിക്കും? ഓർത്തോഗണൽ വെക്ടേഴ്സ് ആണെന്ന് പറയാം. അപ്പൊ ഓർത്തോഗണൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? അതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുത്ത് നോക്കിയിട്ട് 0 ആണോ അല്ലയോ എന്ന്. 0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഉറപ്പിക്കുക? അത് ഓർത്തോഗണൽ ആണെന്ന്.
ഇനി അത് 0 അല്ലെങ്കിൽ അത് ഓർത്തോഗണൽ ആയിരിക്കില്ല. അതാണ് ഓർത്തോഗണൽ എന്ന് പറയുന്നത്. ഇനി ഓർത്തോനോർമൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ്, എ കളക്ഷൻ ket alpha 1 ket alpha 2 etc. of mutually orthogonal normalized vectors is called ഓർത്തോനോർമൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ്. നമുക്കൊരു കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് തന്നു, ket alpha 1 ket alpha 2 etc. ket alpha n എന്ന് പറയുന്നത്. ഇവ മ്യൂച്വലി പരസ്പരം നോർമലൈസ്ഡ് ആണ്. അതായത് ഓരോന്നും അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടുന്നു. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവ പരസ്പരം ഓർത്തോഗണലും സ്വയം എന്താണ് നോർമലൈസ്ഡ് ആണ്. അപ്പൊ ആൽഫ 1 ആൽഫ 2 എടുക്കുന്ന സമയത്ത് 0, ഒന്ന് മറ്റൊന്നിനോട് ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 0, അവ അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 ആവുകയാണെങ്കിൽ അത്തരം കളക്ഷൻ ഓഫ് വെക്ടേഴ്സിനെയാണ് എന്തെന്ന് പറയാം, ഓർത്തോനോർമൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത്. അതിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അതായത് ഇന്നർ പ്രൊഡക്റ്റ് ഓഫ് ആൽഫ ഐ ആൽഫ ജെ ഈക്വൽ ടു ഡെൽറ്റ ഐ ജെ. അപ്പോൾ ഈ ഡെൽറ്റ ഐ ജെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ക്രോണിക്കൽ ഡെൽറ്റയാണ്. ഈ ഡെൽറ്റ ഐ ജെ കൊണ്ട് ഉദ്ദേശിച്ച എന്താണ്, ഐയും ജെയും ഈക്വൽ ആവുകയാണെങ്കിൽ 1 കിട്ടുക, ഐയും ജെയും ഡിഫറെന്റ് ആവുകയാണെങ്കിൽ 0 കിട്ടുക. അതായത് ഇവിടെ ഐയും ജെയും ഈക്വൽ ആവുകയെന്ന് വെച്ചാൽ ആൽഫ 1 അല്ലെങ്കിൽ ആൽഫ 1 ആൽഫ 2 ആൽഫ 1 അല്ലെങ്കിൽ ആൽഫ 2 ആ കേസിൽ 1 കിട്ടും. അപ്പൊ ഐയും ജെയും ഈക്വൽ ആവും. അതായത് ഒരു വെക്ടർ അതിനോട് തന്നെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുമ്പോൾ 1 കിട്ടുക. ഇനി ആൽഫ 1 ആൽഫ 2 ആണ് ഡെൽറ്റ ഐ ജെ അല്ലെങ്കിൽ ഡെൽറ്റ 1 2, അതുണ്ടായിരിക്കും 0 ആയിരിക്കും. ഐയും ജെയും ഡിഫറെന്റ് ആവുകയാണെങ്കിൽ 0. അപ്പോ ഈ ഒരു കണ്ടീഷൻ ആണ് എന്ത്, ഓർത്തോനോർമൽ സെറ്റ് ഓഫ് വെക്ടേഴ്സിന്റെ കണ്ടീഷൻ. ഈ ഒരു കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അത്തരം കളക്ഷൻ ഓഫ് വെക്ടേഴ്സിനെ നമുക്ക് ഓർത്തോനോർമൽ സെറ്റ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറയാൻ പറ്റും. 1 സെക്കൻഡ്. ഓക്കെ, ഇനി നമ്മൾ മറ്റൊരു ഐഡിയ ആണ് പറയാൻ പോകുന്നത്, കംപ്ലീറ്റ് എന്ന് പറയുന്നത്. A vector space is said to be complete if every Cauchy sequence of vectors in this space converges to a limit vector which is also in the space. അതായത് ഇത് ഈ കംപ്ലീറ്റ് എന്ന് പറയുന്ന ഒരു ഐഡിയ നമ്മുടെ മാത്തമെറ്റിക്കൽ ഐഡിയ ആണ്. ആ മാത്തമെറ്റിക്സിൽ ഈ ലീനിയർ ആൽജിബ്ര എന്ന് പറയുന്ന ഈ ബ്രാഞ്ചിൽ കംപ്ലീറ്റിനെ ഇങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഒരു വെക്ടർ സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് പറയണമെങ്കിൽ അതിലെ കോഷി സീക്വൻസ് ഓഫ് വെക്ടേഴ്സ്, അതിലെ വെക്ടേഴ്സിന്റെ കോഷി സീക്വൻസ് എന്ന് വെച്ചാൽ ഈ കൺവെർജൻസ് സീക്വൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, കോഷി സീക്വൻസ് എന്ന് പറയുന്നത്. ഒരു സീക്വൻസ്, അതായത് ആ വെക്ടർ സ്പേസിലെ വെക്ടേഴ്സിന്റെ സീക്വൻസ് എടുക്കുക, അതായത് കൺവെർജൻസ് സീക്വൻസുകളൊക്കെ എടുക്കുകയാണെങ്കിൽ ആ ഒരു വെക്ടർ സ്പേസ് തന്നെയാണ് ആ കൺവെർജൻസ് സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റ്. അതായത് കൺവെർജൻസ് സീക്വൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോർ എക്സാമ്പിൾ 1/n² അല്ലെങ്കിൽ 1/n എന്നൊക്കെ പറയുന്നത്, ഇത് കൺവെർജ് ചെയ്യുന്ന അങ്ങോട്ടേക്കാണ്. n ലാർജ് ആകുമ്പോൾ 1/n എന്ന് പറയുമ്പോൾ 1, 1/2, 1/3, 1/4 അങ്ങനെ അത് കൺവെർജ് ചെയ്യുന്ന എങ്ങോട്ടേക്കായിരിക്കും, 0ലേക്കായിരിക്കും. അത്തരം സീക്വൻസുകളാണ് കോഷി സീക്വൻസ് എന്ന് പറയുന്നത്, കൺവെർജ് ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ലിമിറ്റ് പോയിന്റ് 1/n എന്നൊക്കെ പറയുന്ന സീക്വൻസിന്റെ അല്ലെ 1/n² എന്നൊക്കെ പറയുന്ന സീക്വൻസിന്റെ കൺവെർജിങ് പോയിന്റ് എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിന്റെ കൺവെർജിങ് സീക്വൻസ്, കൺവെർജിങ് പോയിന്റ്. അപ്പോൾ നമുക്ക് ഒരു വെക്ടർ സ്പേസ് കംപ്ലീറ്റ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ എങ്ങനെയാ പറയുന്നത് വെച്ചാൽ ഇഫ് കോഷി സീക്വൻസ് ഓഫ് വെക്ടേഴ്സ് ഇൻ ദിസ് സ്പേസ് കൺവെർജൻസ് ടു എ ലിമിറ്റ് വെക്ടർ വിച്ച് ഈസ് ആൾസോ ഇൻ ദി വെക്ടർ സ്പേസ്. അതായത് നമ്മളൊരു വെക്ടർ സ്പേസിലെ കോഷി സീക്വൻസുകളൊക്കെ എടുക്കുക, അതായത് കൺവെർജിങ് സീക്വൻസുകളൊക്കെ എടുക്കുന്ന സമയത്ത് ആ കൺവെർജിങ് വെക്ടർ എന്ന് പറയുന്നത് ഈ വെക്ടർ സ്പേസിൽ ഉണ്ടെങ്കിൽ ആ അത്തരം വെക്ടേഴ്സിന് അങ്ങനെ ആ വെക്ടർ സ്പേസ് തന്നെയാണെങ്കിൽ ആ വെക്ടർ സ്പേസ് കംപ്ലീറ്റ് ആണെന്ന് പറയാം. ചില കേസുകളിൽ നമ്മൾ ഒരു വെക്ടർ സ്പേസിലെ കോഷി സീക്വൻസുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ ആ സ്പേസിന് പുറത്തായിരിക്കും അതിന്റെ ലിമിറ്റ് പോയിന്റ് ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ അതെന്തായിരിക്കില്ല, ഒരു കംപ്ലീറ്റ് ആയിരിക്കില്ല. അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ്. സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് ഒരു ലീനിയർ വെക്ടർ സ്പേസ് ആണ്. ആ ലീനിയർ വെക്ടർ സ്പേസിന് സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാം, P/Q ഫോമിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് ആണ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. അതൊരു ലീനിയർ വെക്ടർ സ്പേസ് ആണ് വിച്ച് ഈസ് നോട്ട് കംപ്ലീറ്റ്. അതൊരു കംപ്ലീറ്റ് വെക്ടർ സ്പേസ് അല്ല, ലീനിയർ വെക്ടർ സ്പേസ് ആണ് പക്ഷെ കംപ്ലീറ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിലെ കോഷി സീക്വൻസുകൾ ഉണ്ട്. അതിലൊരു കോഷി സീക്വൻസ് നമുക്ക് പറയാം, നമുക്ക് 3, 3.1, 3.14, 3.141 ഇങ്ങനത്തെ ഒരു സീക്വൻസ്. ഇതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇതൊക്കെ റാഷണൽ നമ്പർ ആണ്. 3 ആണ്. 3.1 എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് 31/10 എന്ന് പറയാം. 3.14 എന്ന് പറഞ്ഞാൽ 314 ഡിവൈഡഡ് ബൈ 100 എന്നുള്ള രീതിയിൽ പറയാം. ഇതൊക്കെ എന്താണ്, നമുക്ക് റാഷണൽ നമ്പേഴ്സ് ആണ്, അതായത് ഈ ക്യൂവിലുള്ള വെക്ടേഴ്സ് ആണ്. പക്ഷെ ഇതിന്റെ കൺവെർജിങ് പോയിന്റ് എന്ന് പറയുന്നത് പൈ ആണ്. അതായത് ഇതിങ്ങനെ പോയാൽ കൺവെർജ് ചെയ്യുന്ന പൈ ആണ്. പൈ എന്ന് പറയുന്ന റേഷണൽ നമ്പർ അല്ല, ഇറാഷണൽ നമ്പർ ആണ്. പൈനെ നമുക്ക് ഒരു P/Q ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റേഷണൽ നമ്പേഴ്സിൽ ഇങ്ങനത്തെ ഒരു സീക്വൻസ് എടുക്കുമ്പോൾ അതിന്റെ കൺവെർജിങ് പോയിന്റ് എന്നാണ് ഒരു ഇറാഷണൽ നമ്പർ ആണ്. അതായത് നമ്മൾ എടുത്ത സ്പേസിന് പുറത്തേക്ക് പോകുന്നു. അപ്പോൾ എന്ത് പറയാം, നമുക്ക് ഈ സെറ്റ് ഓഫ് റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്തല്ല,
ഒരു കംപ്ലീറ്റ് വെക്ടർ സ്പേസ് അല്ല. കാരണം അതിലെ സീക്വൻസുകളൊക്കെ അതിലെ ചില സീക്വൻസുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ സ്പേസിന് പുറത്താണ് ആ സീക്വൻസിന്റെ ലിമിറ്റ് പോയിന്റ് കിട്ടുന്നത്, അല്ലെങ്കിൽ ലിമിറ്റിംഗ് വെക്ടർ കിട്ടുന്നത്. അതുകൊണ്ട് അത്തരം സ്പേസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കംപ്ലീറ്റ് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റില്ല. അപ്പൊ ഇതാണ് കംപ്ലീറ്റിന്റെ ഐഡിയ. പക്ഷെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ കംപ്ലീറ്റിന്റെ ഐഡിയ വേറെ രീതിയിൽ നമ്മൾ പറയുന്നുണ്ട്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അത് പറയുന്നുണ്ടാവും, അതിന്റെ ഐഡിയ. നമുക്ക് ഈ ഒരു കോഴ്സ് സീക്വൻസ് എടുത്ത് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ മാത്തമെറ്റിക്സിൽ അതിന്റെ അബ്സ്ട്രാക്ട് രീതിയിലുള്ള ഡെഫിനിഷൻ ഇങ്ങനെയാണ് പറയുന്നത്. അപ്പൊ അത് അത്രയും അറിഞ്ഞു വെച്ചാൽ മതി നിങ്ങൾക്ക്. പക്ഷെ നമുക്ക് പലപ്പോഴും ചെയ്യുന്ന സമയത്ത് ഒരു തിയറി ഉണ്ട്, അല്ലെങ്കിൽ ഒരു പ്രൂഫ് ഉണ്ട്. അതായത് എവരി ഫൈനൈറ്റ് ഡയമെൻഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഈസ് കംപ്ലീറ്റ്. അതായത് ലീനിയർ ആൽജിബ്ര ബുക്സിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ഇതിന്റെ ഒരു പ്രൂഫ് ഒക്കെ. അതായത് ഫൈനൈറ്റ് ഡയമെൻഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്, അത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിരിക്കുള്ളൂ. അതായത് നമുക്കൊരു സ്പേസ് ഉണ്ട്, ലീനിയർ വെക്ടർ സ്പേസ് ഉണ്ട്, അത് ഇന്നർ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ അറിയാം. അതായത് നേരത്തെ 3 കണ്ടീഷൻ വെച്ചിട്ട് ഇന്നർ പ്രൊഡക്റ്റ് ആണോ എന്നുള്ളത്, ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണോ എന്നുള്ളത് നോക്കാൻ പറ്റും. അങ്ങനെ ഫൈനൈറ്റ് ഡയമെൻഷനിൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെങ്കിൽ എല്ലാ ഫൈനൈറ്റ് ഡയമെൻഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസും ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിക്കോളും. അതായത് ഫൈനൈറ്റ് ഡയമെൻഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസുകളൊക്കെ ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആണെന്നുള്ള ഒരു മാത്തമെറ്റിക്കൽ പ്രൂഫ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തിന്റെ കാര്യമില്ല എന്ന് വെച്ചാൽ പലപ്പോഴും നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്ന് നോക്കിയാൽ മതി. ഫൈനൈറ്റ് ഡയമെൻഷൻ സ്പേസ് അത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്ന് നോക്കിയാൽ മതി. കംപ്ലീറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. But an infinite dimension inner product space is not necessarily complete. പക്ഷെ ഒരു ഇൻഫിനിറ്റ് ഡയമെൻഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്താവണമെന്നില്ല, നെസസറിലി കംപ്ലീറ്റ്, എന്തായാലും കംപ്ലീറ്റ് ആവണം നിർബന്ധമല്ല. ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവാം, ചിലപ്പോൾ അത് കംപ്ലീറ്റ് ആവാതെ ഇരിക്കാം. അപ്പോൾ ഫൈനൈറ്റ് ഡയമെൻഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഒക്കെ എന്താണ്, കംപ്ലീറ്റ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് ചോദിക്കും എന്തിനാണ് ഈ കംപ്ലീറ്റ് പറയുന്നത് എന്നുള്ളത്. അതാണ് നമുക്ക് അടുത്ത പോയിന്റ്. അതായത് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഈ കംപ്ലീറ്റിന്റെ ഐഡിയ വളരെ ആവശ്യമായിട്ടുണ്ട്. അതാണ് നമ്മൾ അടുത്ത ഇത്, അതായത് ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത്. ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത് എ കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഇസ് കോൾഡ് ഹിൽബർട്ട് സ്പേസ്. അതായത് ഹിൽബർട്ട് സ്പേസിന്റെ ഡെഫിനേഷൻ എങ്ങനെയാണ്, എ കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ഇസ് കോൾഡ് ഹിൽബർട്ട് സ്പേസ്. ഇത് മസ്റ്റായിട്ട് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ആണ്. അതായത് ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്ന ഒരു സ്പേസ് ഉണ്ട്, അത് ലീനിയർ വെക്ടർ സ്പേസ് ആണ്. അതായത് ഹിൽബർട്ട് സ്പേസ് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം അത് ലീനിയർ വെക്ടർ സ്പേസ് ആണ്. ലീനിയർ വെക്ടർ സ്പേസിന് എന്തുണ്ട്, ഒരു കളക്ഷൻ ഓഫ് വെക്ടേഴ്സ് ഉണ്ട്, അതിന് 8 പ്രോപ്പർട്ടീസ് ഉണ്ട്. അത്തരം പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്താൽ അത് ലീനിയർ വെക്ടർ സ്പേസ് ആയി. അതിൽ 3 പ്രോപ്പർട്ടി കൂടി ഉണ്ട് എന്തിന്റെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഇന്നർ പ്രൊഡക്റ്റ് സ്പേസിന്റെ. ആ പ്രോപ്പർട്ടി കൂടിയും സാറ്റിസ്ഫൈ ചെയ്താൽ അതൊരു ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയി. ആ ഇന്നർ പ്രൊഡക്റ്റിൽ കംപ്ലീറ്റ് എന്ന് പറയുന്ന ഐഡിയ കൂടി വരുന്നുണ്ടെങ്കിൽ ആ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് കംപ്ലീറ്റ് കൂടി ആയാൽ എന്തായി, ഹിൽബർട്ട് സ്പേസ് ആയി. ആ ഹിൽബർട്ട് സ്പേസ് ആവണമെങ്കിൽ അത് എന്താവണം, എ കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ് എന്ത്, ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത്. അതിന് ലീനിയർ വെക്ടർ സ്പേസ് ആവണം, അത് എന്താവണം, അതിന് ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ടാവണം. ഇന്നർ പ്രൊഡക്റ്റ് ഉണ്ടാകുമ്പോൾ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആയി. ഇന്നർ പ്രൊഡക്റ്റ് കംപ്ലീറ്റ് കൂടി ആണെങ്കിൽ എന്തായിരിക്കും, ഹിൽബർട്ട് സ്പേസ് ആയി. അപ്പൊ നമുക്ക് സെറ്റ് ഓഫ് 2x1 റിയൽ മെട്രിസസിനെ കുറിച്ചൊക്കെ ആയിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ സെറ്റ് ഓഫ് 2x1 റിയൽ മെട്രിക്സ് എടുക്കുന്നു, അത് കംപ്ലീറ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സെറ്റ് ഓഫ് 2x1 റിയൽ മെട്രിക്സ് നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് തന്നെ അത് നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ലീനിയർ വെക്ടർ സ്പേസ് ആണെന്ന് ആദ്യമേ നമ്മൾ കാണിച്ചു, പിന്നീട് അത് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണെന്നും കാണിച്ചു. പിന്നെ കൂടാതെ ഇതൊരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്. അപ്പൊ നമ്മൾ നേരത്തെ ഒരു പറഞ്ഞിട്ടുണ്ട്, ഒരു മാത്തമെറ്റിക്സ് ഒരു തിയറി ഉണ്ട്, എവരി ഫൈനൈറ്റ് ഡയമെൻഷൻ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്താണ്, കംപ്ലീറ്റ് ആണെന്നില്ല. അപ്പൊ 2x1 റിയൽ മെട്രിസസ് എന്ന് പറയുന്നത് ഒരു ഫൈനൈറ്റ് ഡയമെൻഷൻ ആണ്, ഒരു 2 ഡയമെൻഷണൽ ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ്. അപ്പൊ നമ്മൾ അതിന്റെ കേസിൽ കംപ്ലീറ്റ് സെപ്പറേറ്റ് ചെക്ക് ചെയ്യേണ്ട കാര്യമല്ല, അത് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആയിക്കോളും. അതുകൊണ്ട് തന്നെ ഈ സെറ്റ് ഓഫ് 2x1 റിയൽ മെട്രിസസ് എന്ന് പറയുന്നത് ഒരു ഹിൽബർട്ട് സ്പേസ് ആണ്. അപ്പൊ ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്നത് എന്താണ്, ഒരു കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് എന്നുള്ളതാണ്. അപ്പോൾ ഈ രീതിയിൽ ഇതിനെ മനസ്സിലാക്കാം. ഇനി നമ്മൾ ഇതിന്റെ അവസാനത്തേക്ക് പോവാണ്, നമ്മുടെ ഇന്നത്തെ ടോക്കിന്റെ. അതായത് നമുക്ക് ഇന്നത്തെ ടോക്കിന്റെ ഏറ്റവും അവസാനത്തെ പോയിന്റിലേക്കാണ് പോകുന്നത്. ഇവിടെ നമുക്ക് പറയാനുള്ളത്, ഇപ്പോൾ ഹിൽബർട്ട് സ്പേസ് എന്ന് പറയുന്ന ഐഡിയ പറയാന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് പോയിന്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് പോസ്റ്റുലേറ്റ് നമുക്ക് പറയാവുന്ന ഒരു സമയമായിട്ടുണ്ട്, പറയാൻ പറ്റിയൊരു സമയമായിട്ടുണ്ട്. അതായത് ഫസ്റ്റ് പോസ്റ്റുലേറ്റ് ഇങ്ങനെയാണ് പറയുന്നത്, the state of a system at a time t is represented by a vector psi of t in the Hilbert space. അതായത് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അറ്റ് എ ടൈം ടി, അതായത് നമുക്ക് ഒരു സിസ്റ്റം ഉണ്ട്, അതിന്റെ സ്റ്റേറ്റ് അറ്റ് എ ടൈം, അതായത് സ്റ്റേറ്റ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമുക്ക് പലപ്പോഴും പല സബ്ജക്റ്റുകളും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ക്വാണ്ടം മെക്കാനിക്സ് ഫസ്റ്റ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാവുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതിന്റെ സ്റ്റേറ്റ് പറഞ്ഞുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അതിപ്പോ സ്റ്റേറ്റ് ഓഫ് എ സിസ്റ്റം അറ്റ് എ ടൈം ടി ഈസ് റെപ്രസെന്റഡ് ബൈ എ വെക്ടർ ഇൻ ദി ഹിൽബർട്ട് സ്പേസ്. അതായത് നമ്മൾ ക്വാണ്ടം മെക്കാനിക്കൽ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ അതിലെ നമ്മളൊരു ഹിൽബർട്ട് സ്പേസ് ഉണ്ട്, അതിലെ ഒരു വെക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിലെ ഫസ്റ്റ് പോസ്റ്റുലേറ്റ്. അതായത് സ്റ്റേറ്റ് ഓഫ് എ വെക്ടർ
state of a system at a time t is represented by a vector in the Hilbert space. Hilbert space ഒരു വെക്ടർ ആയിട്ടാണ് സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം കാണിക്കുന്നത്. ഇതാണ് ഫസ്റ്റ് പോസ്റ്റ്ലേറ്റ് എന്ന് പറയുന്നത്. അതായത് നമുക്ക് ക്ലാസിക്കലി ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാകും സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫേസ് സ്പേസിൽ ഒരു പോയിന്റ് ആയിട്ടാണ്. അതായത് നമുക്ക് പൊസിഷനും മൊമെന്റും അറിയെങ്കിൽ ആ സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് അറിയാന്നുള്ളതാണ്. അപ്പോൾ ഫേസ് സ്പേസ് എന്ന് പറയുന്നത് പൊസിഷനും മൊമെന്റോ ഉള്ള കമ്പൈൻഡ് ആയിട്ടുള്ള സ്പേസ് ആണ്. അതുപോലെ നിങ്ങൾ തെർമോഡൈനാമിക്കലി ഒരു സ്റ്റേറ്റ് എങ്ങനെയാണ് കാണിക്കുന്നത് എന്ന് വെച്ചാൽ PV ഡയഗ്രത്തിൽ ഒരു പോയിന്റ് ആണ്. പിയും വിയും അറിയെങ്കിൽ ബാക്കി എല്ലാ ക്വാണ്ടിറ്റിയും കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ PV ഡയഗ്രത്തിൽ ഒരു പോയിന്റ് അല്ലെ ST ഡയഗ്രം ഏതെങ്കിലും ഇൻഡിക്കേറ്റർ ഡയഗ്രത്തിൽ ഏതെങ്കിലും രണ്ട് ഇൻഡിപെൻഡന്റ് തെർമോഡൈനാമിക് വേരിയബിൾ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ഡയഗ്രം വരയ്ക്കുകയാണ്. അതിലൊരു പോയിന്റ് ആണ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് നിങ്ങൾ തെർമോഡൈനാമിക്സ് ക്ലാസിക്കൽ മെക്കാനിക്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഫേസ് സ്പേസിൽ ഒരു പോയിന്റ് വെച്ചിട്ട് പറയാൻ പറ്റും. അതാണ് അവിടെയുള്ള സ്റ്റേറ്റ്. ക്വാണ്ടം മെക്കാനിക്കലി സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ ഒരു ഹിൽബർട്ട് സ്പേസിലെ ഒരു വെക്ടർ ആയിട്ടാണ് ക്വാണ്ടം മെക്കാനിക്സിലെ സ്റ്റേറ്റ് കാണിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ ഹിൽബർട്ട് സ്പേസ് പറഞ്ഞിട്ടുള്ളത്. ഹിൽബർട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ എ കംപ്ലീറ്റ് ഇന്നർ പ്രൊഡക്റ്റ് സ്പേസ് ആണ് ഹിൽബർട്ട് സ്പേസ്. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യം, ഇത് ലാസ്റ്റ് സ്ലൈഡാണ്, ഒന്ന് രണ്ട് പോയിന്റ് കൂടി മാത്രമേ ഉള്ളൂ. The state ket is postulated to contain complete information about the physical system, physical state. Everything we are allowed to ask about the state is contained in the ket. അതായത് ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് കെറ്റ് എന്ന് പറയുന്നത് ഈ സൈ ഓഫ് ടീനെയാണ് നമ്മൾ സ്റ്റേറ്റ് കെറ്റ് എന്ന് പറയുന്നത്. അതിനകത്ത് എന്തുണ്ട് എന്ന് വെച്ചാൽ ആ സിസ്റ്റത്തിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് അതിനെ നമ്മൾ സ്റ്റേറ്റ് ഓഫ് ദി സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് എവറിഥിങ് വി ആർ അലൗഡ് ടു ആസ്ക് അബൌട്ട് ദി സിസ്റ്റം ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി കിറ്റ്. അത് നമുക്ക് എന്ത് കാര്യങ്ങൾ ചോദിക്കാനുണ്ടോ അതിന്റെ കാര്യങ്ങളൊക്കെ എന്തുണ്ട് ഈ ഇതിനകത്തുണ്ട്. എന്നിട്ട് നമുക്ക് അതിനകത്ത് നിന്ന് പല പല ഓപ്പറേഷൻസ് നടത്തിയിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ നമുക്ക് പിന്നീടുള്ള ക്ലാസ്സുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഹിൽബർട്ട് സ്പേസിൽ ഒരു വെക്ടർ ആയിട്ടാണ് കാണിക്കുന്നത്. അതാണ് ക്വാണ്ടം മെക്കാനിക്സിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് പറയാൻ പറ്റുന്നത്. ഇനി മറ്റൊരു പോയിന്റ് കൂടി ഉണ്ട്. ഇൻ ക്വാണ്ടം മെക്കാനിക്സ് ദ സ്റ്റേറ്റ് ket alpha and c ket alpha with c not equal to 0 represent the same physical state. ഈ ഒരു ഐഡിയ കൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ടാവും. നമുക്കൊരു ket alpha ഉണ്ട്, അതൊരു സിസ്റ്റത്തിന്റെ സ്റ്റേറ്റ് ആണ്. അതിനോട് നമ്മളൊരു കോൺസ്റ്റന്റോടുകൂടി മൾട്ടിപ്ലൈ ചെയ്തു. അത് നോൺ സീറോ കോൺസ്റ്റന്റ് ആണ്, c not equal to 0. ദാറ്റ് റെപ്രസെന്റ് ദി സെയിം ഫിസിക്കൽ സ്റ്റേറ്റ്. അതായത് ഒരു ket alphയും c ket alphയും സെയിം ഫിസിക്കൽ സ്റ്റേറ്റിനെയാണ് കാണിക്കുന്നത്. അതായത് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു സ്റ്റേറ്റിന്റെ കൂടെ നമ്മളൊരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ആ സ്റ്റേറ്റിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ത് ചെയ്യില്ല, ഫിസിക്കൽ സ്റ്റേറ്റ് എന്ത് ചെയ്യില്ല, മാറില്ല. അതിന്റെ പ്രോപ്പർട്ടീസ് ഒന്നും മാറാൻ പോകുന്നില്ല. അതായത് നമ്മുടെ കാൽക്കുലേഷൻ ket alphയിൽ ചെയ്താലും c ket alphയിൽ ചെയ്താലും നമുക്ക് എന്തായിരിക്കും അൾട്ടിമേറ്റ്ലി കിട്ടാൻ നമുക്ക് സെയിം റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിൽ ഒരു സ്റ്റേറ്റിനോട് കൂടി കോൺസ്റ്റന്റ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് ആ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ ഐഡിയ എന്ത് ചെയ്യില്ല, മാറില്ല. പക്ഷെ നമ്മൾ ക്ലാസിക്കലി നമ്മളൊരു വെക്ടർ എടുക്കുമ്പോൾ അതിനെ കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതൊരു വേറൊരു വെക്ടർ ആവും. അപ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിൽ പലപ്പോഴും പല ബുക്സിലും ഒക്കെ പറയാറുണ്ട്, ക്വാണ്ടം മെക്കാനിക്സിൽ വി ആർ ഡീലിംഗ് റേസ് റേദർ ദാൻ വെക്ടേഴ്സ് എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. അപ്പൊ അതായത് അതിൽ പ്രധാനമായിട്ട് അതിന്റെ ഡയറക്ഷൻ ആണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതായത് ket alpha c ket alpha എന്ന് വെച്ചാൽ ഒരു ket alphയ്ക്ക് ഒരു വെക്ടറിന് ഒരു മാഗ്നിറ്റ്യൂഡ് ഒരു ഡയറക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ c ket alpha ആണെന്ന് നിങ്ങൾക്ക് അറിയാം, ഡയറക്ഷൻ അത് തന്നെയായിരിക്കും. c എന്ന് പറയുമ്പോൾ അതിന്റെ ലെങ്ത് കൂടുന്നുണ്ടാവും, c ടൈംസ് കൂടുന്നുണ്ടാവും. അപ്പൊ അവിടെ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും അതിന്റെ ഫിസിക്കൽ സ്റ്റേറ്റിനും അതിന്റെ ഫിസിക്കൽ പ്രോപ്പർട്ടീസിനും ഒന്നും മാറ്റം വരില്ല. അപ്പൊ അവിടെ ഡീൽ ചെയ്യുന്ന ആ ഡയറക്ഷനിലാണ് അതിന്റെ കറക്റ്റ് ഇൻഫർമേഷൻ വരുന്നത് എന്നുള്ള ഒരു ഐഡിയ ആണ്. ഇനിയാണ് നമ്മൾ ലാസ്റ്റ് പോയിന്റ്, സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ. ഇതാണ് ഒരു വൺ ഓഫ് ദി ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു നോൺ ക്ലാസിക്കൽ ഫിനോമിന എന്ന് പറയുന്നത്. അതായത് നമുക്ക് ഇപ്പം പറയുന്ന ഇത് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ ചെയ്യാൻ സാധിക്കുന്ന അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അതെന്താന്ന് പറയുന്നത് വെച്ചാൽ if ket alpha and ket beta are possible state of the system, then their linear combination ket gamma is equal to c1 ket alpha plus c2 ket beta is also a possible state of the system. അതായത് ket alphയും ket betaയും സിസ്റ്റത്തിന്റെ പോസിബിൾ സ്റ്റേറ്റ്സ് ആണെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടുള്ള c1 ket alpha plus c2 ket beta is also a possible state of the system. അതായത് ഒരു സിസ്റ്റത്തിന്റെ രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ട്, ket alpha ket beta എന്ന് പറയുന്നത്. അങ്ങനെ രണ്ട് സ്റ്റേറ്റുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും, ആ സിസ്റ്റത്തിന്റെ പോസിബിൾ സ്റ്റേറ്റ് ആയിരിക്കും. ഇതാണ് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു നോൺ ക്ലാസിക്കൽ ഫിനോമിനയാണ്. അതായത് ക്ലാസിക്കൽ ഫിസിക്സിൽ ഇല്ലാത്തൊരു ഫിനോമിനയാണ്. ക്ലാസിക്കലി നമുക്ക് എന്താണ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തുണ്ട്, ഒരു സിസ്റ്റത്തിന്റെ പൊസിഷനും അറിയാം, മൊമെന്റും അറിയാം. അപ്പൊ രണ്ട് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിന് ഒരു പൊസിഷനും ഒരു മൊമെന്റും ഉണ്ട്. രണ്ടാമത്തെ സ്റ്റേറ്റ് ആണെങ്കിൽ വേറൊരു പൊസിഷനും വേറൊരു മൊമെന്റും ഉണ്ട്. അപ്പോൾ അത് രണ്ട് സ്റ്റേറ്റ് ആണ്. അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എടുക്കാന്ന് വിചാരിച്ചോളൂ. അപ്പോൾ ഒരു സിസ്റ്റത്തിന് തന്നെ രണ്ട് പൊസിഷൻ വരും. അത് ക്ലാസിക്കലി പോസിബിൾ അല്ല. അതായത് ഒരു പാർട്ടിക്കിൾ നമുക്ക് അറ്റ് എ ടൈമിൽ രണ്ട് സ്ഥലത്ത് എന്തെങ്കിലും കാണാൻ പറ്റില്ല, ക്ലാസിക്കലി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. അതായത് രണ്ട് സ്റ്റേറ്റിൽ ഒരിക്കലും
അറ്റ് എ ടൈമിൽ ഒരു ക്ലാസിക്കൽ പാർട്ടിക്കിൾ നിൽക്കാൻ പറ്റും. പക്ഷെ ക്വാണ്ടം മെക്കാനിക്കലി അത് പോസിബിൾ ആണ്. നിങ്ങൾക്ക് 2 പൊസിഷൻ ഉണ്ടെങ്കിൽ അതിൽ ലീനിയർ കോമ്പിനേഷനും ആ സിസ്റ്റത്തിന്റെ ഒരു പോസിബിൾ സ്റ്റേറ്റ് ആയിരിക്കും. അതായത് 2 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷനും ഒരു പോസിബിൾ സ്റ്റേറ്റ് ആണ്. ഇതാണ് എന്തെന്ന് പറയുന്നത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഇതൊരു നോൺ ക്ലാസിക്കൽ ഫിനോമിനയാണ്. ഇത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഓഫ് സ്റ്റേറ്റ് ആണ്. സ്റ്റേറ്റിന്റെ പ്രോപ്പർട്ടിയാണ്. 2 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷനോ ഒരു പോസിബിൾ സ്റ്റേറ്റ് ആയിരിക്കും. ഈ ഒരു പ്രിൻസിപ്പിൾ, അതായത് സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ഉള്ളതാണ് എന്ത് നമുക്ക് ക്യൂബിറ്റ് എന്ന് പറയുന്ന കാര്യത്തെ ഉണ്ടാക്കാൻ പറ്റുന്നത്. ഈ ഒരു പ്രിൻസിപ്പിൾ ഉള്ളതുകൊണ്ട് അത് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്. ഈ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്ത് നമുക്ക് ക്വാണ്ടം സുപ്രീമസിയിലാണെങ്കിൽ ഒരു ക്വാണ്ടം അഡ്വാൻറ്റേജിന് കാരണമാകുന്ന ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. പിന്നീട് മെയിൻ ആയിട്ടുള്ള ഒരു ഈ പ്രിൻസിപ്പിൾ ആണ് എൻടാങ്കിൾമെന്റ് എന്ന് പറയുന്നത്. അത് ഇനി നെക്സ്റ്റ് ക്ലാസ്സിലോ അതിന്റെ അടുത്ത ക്ലാസ്സിലോ നമ്മൾ ആ കാര്യത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ മസ്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് 2 സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ അതിന്റെ ലീനിയർ കോമ്പിനേഷൻ എന്തായിരിക്കും ഒരു പോസിബിൾ സ്റ്റേറ്റ് ആയിരിക്കും. ഇത്രയാണ് നമുക്ക് ഫസ്റ്റ് ക്ലാസ്സിൽ പറയാനുള്ളത്. താങ്ക് യു. ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിക്കാം. പാർട്ടിസിപ്പൻസിന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ. ഇതിന്റെ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അറ്റൻഡൻസ് മാർക്ക് ചെയ്യാനുള്ള ലിങ്ക് തന്നിട്ടുണ്ട്. അതിൽ 2ാമത്തെ ലിങ്കാണ്. ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് ചെയ്യാവുന്നതാണ്. ഒരു ക്ലാസ്സിന് ശേഷം 15 മിനിറ്റ് വരെയൊക്കെ നിങ്ങൾക്ക് ആ ലിങ്ക് വാലിഡ് ആയിരിക്കും. അതിനുള്ളിൽ നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. പിന്നെ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ ചോദിച്ചോളൂ. പിന്നീട് ഗൂഗിൾ ക്ലാസ് റൂമിലുണ്ട്. അതിൽ ഇതിന് ശേഷം കുറച്ച് ഒരു ട്യൂട്ടോറിയൽ ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻസ് ഇടുന്നതാണ്. അത് ചെയ്യാം. പിന്നീട് ഇതിന്റെ PPTയും നിങ്ങൾക്ക് ഗൂഗിൾ ക്ലാസ് റൂമിൽ ഇടുന്നതാണ്. നിങ്ങൾക്ക് ഇപ്പോൾ പുതിയതായിട്ട് നോക്കുന്നവർക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഫീൽ ചെയ്യും. കാരണം അത് പുതിയൊരു സബ്ജക്ട് ആയതുകൊണ്ട് അതിന്റെ ഇത്രയും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് പറയുന്നുണ്ടാണ്. ക്വാണ്ടം ഇൻഫർമേഷൻ 2 ക്ലാസ് കഴിഞ്ഞാലൊക്കെ അങ്ങ് എത്തും. അത് വളരെ സിമ്പിൾ ആണ്. വളരെ ഇത്രയും കാര്യങ്ങളൊന്നും അറിഞ്ഞിരിക്കണമെന്നില്ല. പക്ഷെ ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ചിന്തിച്ച് തുടങ്ങാൻ പറ്റൂ കുറച്ചുകൂടി നല്ല രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ ക്വാണ്ടം മെക്കാനിക്സ് ബേസ് കുറച്ച് പറയേണ്ടി വരുന്നത്. അപ്പൊ അത് ഒന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോ എന്തെങ്കിലും ആർക്കും ക്വസ്റ്റ്യൻ ഇല്ലാന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഓക്കെ പറയൂ സർ. ഗൂഗിൾ ക്ലാസ് റൂമിന്റെ കാര്യം പറഞ്ഞില്ലേ സർ, അത് നമുക്ക് ഇപ്പൊ ലിങ്ക് തരുമോ? അതിന്റെ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ക്ലാസ് റൂം കോഡ് ഞാൻ യൂട്യൂബിൽ ഇടാം. അല്ല യൂട്യൂബ് മീൻസ് നമ്മുടെ ഇതിലിടാം, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇടാം. ഇത് മാത്രം നിങ്ങൾ ഇതിൽ ചെയ്താൽ മതി. നമുക്ക് ക്ലാസ് അറ്റൻഡൻസ് ചെയ്യേണ്ട ഒരു റെക്കോർഡ് മറ്റതിൽ ഇട്ടാൽ നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഇത് ചാറ്റ് ബോക്സിൽ ഇട്ടിരിക്കുകയാണ്. നമുക്ക് ഇങ്ങനത്തെ ഒരു രീതിയിൽ അറ്റൻഡ് ചെയ്യുന്നവരുടെ അറ്റൻഡൻസ് മാത്രം കറക്റ്റ് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടേ. അതുകൊണ്ടാണ് നമ്മൾ ഇത് മാത്രത്തിൽ, ബാക്കിയെല്ലാം നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് ക്ലാസ്സിലും ചോദിക്കാവുന്നതാണ്. നോ പ്രോബ്ലം. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാല്ലേ സാറേ? അതെ. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ ആ കുറച്ച് പ്രോബ്ലംസ് ഇടുന്നുണ്ട്, അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, അങ്ങനെ അവസാനിപ്പിക്കാം അല്ലേ ടീച്ചറെ? അവസാനിപ്പിക്കാം. അപ്പൊ എല്ലാവർക്കും നന്ദി. അടുത്ത വെനസ്ഡേ അല്ലേ? അതെ, നെക്സ്റ്റ് വെനസ്ഡേ 6 o'clock ആയിരിക്കും. എന്തെങ്കിലും ടൈമിംഗ് നമുക്ക് അതിൽ തന്നെ ആർക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ അല്ലേ ടീച്ചറെ? ഇല്ല, ഇവർക്ക് ആർക്കും എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ പ്രശ്നങ്ങളല്ലാണ്ട് ഒരു മെജോറിറ്റിക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യാം. അതെ. ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വെനസ്ഡേ മീറ്റ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ.